أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനം വായിച്ചത് ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അതായത് മാഷറിൽ പ്രവാചകന്മാരോട്, അതായത് ആദം, നൂഹ്, ഇബ്രാഹിം, മൂസ, ഈസ, മുഹമ്മദ് നബി ഇങ്ങനെയുള്ള പ്രവാചകന്മാരോടൊക്കെ ജനങ്ങൾ ഇസ്തിഗാസ നടത്തുന്നു. അതുകൊണ്ട് ഇവിടെയും ഇസ്തിഗാസ പറ്റൂലേ എന്നതാണ് ഇവരുടെ മുശ്രിക്കുകളുടെ ചോദ്യം, സംശയം. അപ്പൊ അതിനുള്ള ഒരു മറുപടി മോള് വായിച്ചു. അതെന്താ? സൃഷ്ടികൾക്ക് കഴിവുള്ള വിഷയത്തിൽ ഇസ്തിഗാസ നടത്തുന്നതിനെ നമ്മൾ എതിർക്കുന്നില്ല. എന്നിട്ട് മൂസാ നബിയോട് ബനി ഇസ്രായേൽക്കാരൻ സഹായം ചോദിച്ച ആയത്തും, അതേപോലെ ഏതൊരാളോടും ഒരു യുദ്ധത്തിൽ തന്നെ സഹായിക്കാൻ വേണ്ടി മറ്റുള്ള ആളുകളോട് സഹായം ചോദിക്കുന്നത്, ഇതുപോലെ ഒരാൾക്ക് കഴിയുന്ന വിഷയത്തിൽ സഹായം ചോദിക്കുന്നതിനെ അവിടെ ആരും എതിർക്കുന്നില്ല എന്ന മറുപടിയാണ് കൊടുത്തത്. പിന്നെ ആ കൂട്ടത്തിലവിടെ മഖ്ലൂഖ്, സൃഷ്ടികളുടെ കഴിവ്, അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിരുന്നു. പിന്നെ അവിടെ അവസാനിപ്പിച്ചത് എന്താ? ലാ യഖ്ദിറു അലൈഹ ഇല്ലല്ലാഹ്, അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും കഴിയാത്തൊരു കാര്യം അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കുക, ആ ഇസ്തിഗാസയാണ് പാടില്ല എന്ന് പറയുന്നത്. അങ്ങനെ ചോദിച്ചാൽ അത് അവരോടുള്ള ദുആ ആയിത്തീരും. അപ്പൊ അത് ശിർക്കായി മാറും. ഇനി അടുത്ത വാചകം, ഇദാ അസബത ദാലിക ഫസ്തിഗാസതുഹും ബിൽ അംബിയാഇ യൗമൽ ഖിയാമഹ യുരീദൂന മിൻഹും അൻ യദ്ഉ അല്ലാഹ أن يحاسب الناس حتى يستريح أهل الجنة من كرب الموقف وهذا جائز في الدنيا والآخرة. وإذا ثبت ذلك, ഈ സംഗതി സ്ഥിരപ്പെട്ടാൽ, ഫസ്തിഗാസതുഹും ബിൽ അംബിയായി യൗമൽ ഖിയാമ, അവരുടെ ഇസ്തിഗാസ ബിൽ അംബിയായി, അംബിയാക്കളോടുള്ള ഇസ്തിഗാസ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ. ഇവിടെ പോലും ഉന്നയിച്ച തെളിവ് സംശയമാണല്ലോ. ഖിയാമത്ത് നാളിൽ നേരത്തെ പറഞ്ഞ പ്രവാചകന്മാരോട് എന്ത് ചെയ്യുന്നു? ജനങ്ങൾ ഇസ്തിഗാസ നടത്തുന്നു. ആ ഇസ്തിഗാസ ഫസ്തിഗാസതുഹും ബിൽ അംബിയ, പ്രവാചകന്മാരെ കൊണ്ട് ജനങ്ങൾ നടത്തുന്ന ഇസ്തിഗാസ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ. യുരീദൂന മിൻഹും, അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്, യുരീദൂന ഇസ്തിഗാസ നടത്തുന്ന ആളുകൾ ഉദ്ദേശിക്കുന്നത് മിൻഹും, അവരിൽ നിന്ന്. ആരിൽ നിന്ന്? ഈ അമ്പിയാക്കളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് അൻ യദ്ഉല്ലാഹ, അവർ അള്ളാഹുവിനോട് ദുആ ചെയ്യാനാണ്, ബലസായത്തിനല്ല. ബലസായം എന്തേ ഉള്ളൂ? ഇവരാരോട് ചോദിക്കുക? അള്ളാഹിനോട് ചോദിക്കുക. ഈ പ്രവാചകന്മാർ അള്ളാഹുവിനോട് ദുആ ചെയ്യുക, ഇത് മാത്രമാണ് ഇസ്തിഗാസ നടത്തുന്ന ആളുകൾ ഉദ്ദേശിക്കുന്നത്. യുരീദൂന മിൻഹും, ഇസ്തിഗാസ നടത്തുന്ന ആളുകൾ ആ പ്രവാചകന്മാരിൽ ഉദ്ദേശിക്കുന്നത് അൻ യദ്ഉല്ലാഹ, ആ പ്രവാചകന്മാർ അള്ളാഹുവിനോട് ദുആ ചെയ്യണം എന്നാണ്. എന്തിനു വേണ്ടി? അൻ യുഹാസിബന്നാസ, ഹാസബന വിചാരണ ചെയ്യുക. അൻ യുഹാസിബന്നാസ, അള്ളാഹു ജനങ്ങളെ വിചാരണ ചെയ്യാൻ വേണ്ടി അള്ളാഹുവിനോട് അവർ പ്രാർത്ഥിക്കണം എന്നത് മാത്രമാണ്. ഹത്താ യസ്തരീഹ, ഇസ്തറാഹ എന്ന് പറഞ്ഞാൽ റാഹത്തിട്ട്, ആശ്വാസമാവുക. ഹത്താ യസ്തരീഹ, അങ്ങനെ ആശ്വാസം ലഭിക്കുന്നത് വരെ അഹ്ലുൽ ജന്ന, സ്വർഗക്കാർ, എന്തിൽ നിന്ന്? മിൻ കർബിൽ മൗഖിഫ്. മൗഖിഫ് എന്നാൽ നൃത്തം, വഖഫ മൗഖിഫ്, നൃത്തം. ആ നൃത്തത്തിന്റെ പ്രയാസത്തിൽ നിന്ന്, അതായത് വിചാരണല്ലാതെ പരലോകത്ത് നിൽക്കുന്ന ആ നീണ്ട നിൽപ്പുണ്ടല്ലോ, ആ നിൽപ്പ് മൂലം ഉണ്ടായിത്തീരുന്ന കർബിൽ നിന്ന്, പ്രയാസത്തിൽ നിന്ന് സ്വർഗക്കാരായ ആളുകൾക്ക് ആശ്വാസം ലഭിക്കുന്നതിന് വേണ്ടി. അപ്പൊ വിചാരണ നടത്തിക്കഴിഞ്ഞാൽ സ്വർഗക്കാർക്ക് സ്വർഗത്ത് പോകാം, നരകക്കാർക്ക് നരകത്തിലും പോകും. അവിടെ ആശ്വാസം കിട്ടുന്നത് ആരേ ഉള്ളൂ? സ്വർഗക്കാരേ ഉള്ളൂ. നരകക്കാർക്ക് ആശ്വാസം, ഇവിടെ ആശ്വാസമല്ല, മാശറ കഴിഞ്ഞിട്ടും ആശ്വാസമല്ല. അതുകൊണ്ടാണ് ഇവിടെ അഹ്ലുൽ ജന്നനെ കുറിച്ച് മാത്രം പറഞ്ഞത്. വഹാദാ ജായിസുൻ ഫിദ്ദുനിയ വൽ ആഖിറ,
ഈ ഇസ്തിഗാഥയാണ് ഈ ഹദീദ് കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഇസ്തിഗാഥ ജായിസുൻ അനുവദനീയമാണ്. ഫിദ് ദുനിയ ദുനിയാവിലും അനുവദനീയമാണ്, വൽ ആഖിറ പരലോകത്തും അനുവദനീയമാണ്. ഇവര് മുശ്രിക്കുകൾ എന്തിനാണ് തെളിവാക്കുന്നത്? മരിച്ചുപോയ ആളുകളെ കൊണ്ട് അല്ലെങ്കിൽ ഒരാൾക്ക് ചെയ്യാൻ കഴിയാത്ത അള്ളാഹുവിന് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അള്ളാഹു അല്ലാത്ത ആളുകളോട് ചോദിക്കാനുള്ള തെളിവിനാണ് ഇത് കൊണ്ടുവരുന്നത്. പക്ഷെ ഇവിടെ ശൈഖ് പറയണത് എന്താ? ഈ പ്രവാചകന്മാരോട് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താ? ഒന്ന് അള്ളാഹുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നേ പറയുന്നുള്ളൂ. വഹാദാ ജായിസുൻ ഫിദ് ദുനിയ വൽ ആഖിറ ഇത് ദുനിയാവിലും ആഖിറത്തിലും അനുവദനീയമാണ് എന്ന് പറഞ്ഞാൽ ഏത് അനുവദനീയമാണ്? ഒരാളോട് നിങ്ങൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കണം എന്നാവശ്യപ്പെടുക. അതിപ്പോ എന്താ കുഴപ്പമില്ല? അതുകൊണ്ട് വഹാദാ ജായിസുൻ ഫിദ് ദുനിയ വൽ ആഖിറ ഈ കാര്യം പ്രാർത്ഥിക്കാനായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനായി മറ്റൊരാളോട് ആവശ്യപ്പെടുക എന്നുള്ളത് അതൊരു സഹായം ചോദിക്കലാണല്ലോ. ആ ഇസ്തിഗാഥ ദുനിയാവിലും പറ്റും ആഖിറത്തിലും പറ്റും. വദാലിക എന്താണ് ആ സംഗതി? വദാലിക അത് അന്ത ഇത്തിയ നീ ചെല്ലലാണ്. ഇൻദ റജുലിൻ സ്വാലിഹിൻ സ്വാലിഹായ നല്ലവനായ ഒരു മനുഷ്യന്റെ അടുക്ക ചെല്ലുക. ഹയ്യിൻ ജീവിച്ചിരിപ്പുള്ള. ഇൻദ റജുലിൻ സ്വാലിഹിൻ ഹയ്യിൻ ജീവനുള്ള സ്വാലിഹായ ഒരു മനുഷ്യന്റെ അടുക്കൽ നീ ചെല്ലുക. അപ്പൊ പ്രത്യേകം മനസ്സിലാക്കണം, ഹയ്യാണ്, മയ്യത്തല്ല. ഇപ്പം നബീന്റെ അടുക്ക് ചെന്നിട്ട് നബിയെ നമുക്ക് നിങ്ങൾ പറയണം, മണ്ണ് ഖുറാഫിൽ പറയണ്ടല്ലോ, ഏത് പേരോട് വേണ്ടി പറഞ്ഞില്ലേ, ഒരുത്തരും പൈസ ഉണ്ട് പാസിലാക്കണമല്ല, പൈസ ഉണ്ടെങ്കിൽ ഒരാൾ എന്ത് ചെയ്യണം? മദീനത്ത് പോയി നബിന്റെ അടുക്ക ചെല്ലണം എന്നാ. എന്തിന്? ഇസ്തിഗ്ഫാർ തേടാൻ. മറ്റേ ആയത്ത് വ്യാഖ്യാനിച്ചില്ലേ? അപ്പൊ അത് മരിച്ച നബിനോടാ വയ്ക്കുന്നത്. ഇവിടെ പറഞ്ഞെന്താ? മാത്രമല്ല യുജാലിസൂക്ക ജലസ എന്ന് പറഞ്ഞാൽ ഇരുന്നു. യുജാലിസ് പറഞ്ഞാൽ കൂടെ ഇരിക്കുക. നിന്റെ കൂടെ അയാൾ ഇരിക്കുന്നു. വയസ്മഴു അയാൾ കേൾക്കുന്നു. കലാമക്ക നീ പറയുന്നത് എന്റെ സംസാരം. അപ്പൊ നിന്റെ സംസാരം കേൾക്കുന്ന നിന്റെ കൂടെ ഇരിക്കുന്ന ജീവനുള്ള സ്വാലിഹായ ഒരാളുടെ അടുക്കൽ നീ ചെല്ലുക. വ തഖൂലു ലഹു എന്നിട്ട് അയാളോട് നീ പറയുക. എന്താ പറയേണ്ടത്? ഉദുല്ലാഹ് താങ്കൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ലീ എനിക്ക് വേണ്ടി. അപ്പൊ ഇതിൽ നിന്ന് എന്തേ കിട്ടുള്ളൂ? ഈ ഹദീസിൽ നിന്ന് കിട്ടുന്ന വിഷയം പറയുന്നത് എന്ത്? ജീവനുള്ള സാലിഹായ ഒരു മനുഷ്യർക്ക് ചെന്നിട്ട് നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് പറയാ. അതേ ഈ ഹദീസ് തെളിവുള്ളൂ. അത് ദുനിയാവിൽ പറ്റും ആഖിറത്തിൽ പറ്റും. അപ്പണിയെ പരലോകത്ത് ഈ ആളുകളും ചെയ്യുന്നുള്ളൂ. പ്രവാചകന്മാർ അവിടെ എന്താ? അവിടെ സാലിനെ അവരെടുക്ക ചെന്നിട്ടാണ് ചോദിക്കുന്നത്. ഇടുക്ക ചെന്നിട്ട് നിങ്ങൾക്ക് പറ്റുമോ? അതുകൊണ്ടാണ് ആദന്റെ പെരുത്തോണത്. അല്ലെങ്കിൽ അബ്ബല് നിന്ന നിൽപ്പെന്ന് വിളിച്ചാൽ പോരെ? ആദവിനടുക്ക് ചെല്ലുന്നു. പിന്നെ അവിടെ പോയി നോക്കി തരണത്. ഇവിടെ ചോദിച്ചോളിന്നല്ല, അതിനെ വരെ ഞങ്ങൾ നൂഹിനത്ത് പോയി നോക്കിയോളി. നൂഹിനബിയാണ് പിന്നെ ഇബ്രാഹിമത്ത് വിടുന്നത്. അങ്ങനെ ഓരോ പ്രവാചകർക്ക് ചെല്ലുമ്പോൾ ആ പ്രവാചകന്മാരടുക്ക് ചെല്ലുകയാണ്. അപ്പൊ എന്താ? ജീവിച്ചിരിപ്പുള്ള ആളുകളുടെ അടുക്കൽ അവരടുക്കൽ ചെന്ന് ചോദിക്കുന്നു, നിങ്ങളൊന്ന് നമുക്ക് വേണ്ടി ദുആ ചെയ്യണം. വതഖൂലു ലഹു എന്നിട്ട് അയാളോട് നീ പറയുന്നു, ഉദുല്ലാഹ് ലി അള്ളാഹുവിനോട് എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം താങ്കൾ. കമാ കാന അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യസ്അലൂനഹു ദാലിക ഫീ ഹയാതിഹി ഈ പണി സഹാബത്ത് നബിന്റെ ജീവിതകാലത്ത് ചെയ്യാറുണ്ടായിരുന്നു. കമാ കാന ആയിരുന്നതുപോലെ, അസ്ഹാബു റസൂലില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തായിരുന്നതുപോലെ. സാഹിബ് അതിന്റെ ബഹുജനാണെന്ത്? അസ്ഹാബ്, സഹാബികൾ. നബിയോട് അവർ ചോദിക്കുന്നു, ദാലിക അത് ഏത്? നിങ്ങൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യണം. നബീന്റെ അടുക്കൽ നബിനോട് സഹാബത്ത് പറയാണ്, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് സഹാബികൾ നബിയുടെ അടുക്കൽ ചെന്ന് ചോദിക്കാറുണ്ടായിരുന്നു. ഫീ ഹയാത്തിഹി എപ്പോഴ്? നബിന്റെ ജീവിത കാലഘട്ടത്തിൽ. അമ്മാ ബഅദ മൗതിഹി എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷമാകട്ടെ. അപ്പോൾ ജീവിത കാലഘട്ടത്തിൽ ചെന്ന് ചോദിച്ചത് ഇപ്പോ ഒന്ന് പല ഉദാഹരണങ്ങൾ ചെയ്ത് കാണാം. പിന്നെ മയക്ക് വേണ്ടി പള്ളിയിൽ നിന്ന് നബി ഒത്തുപടത്ത് വന്നിട്ട് മയക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടില്ലേ? അപ്പൊ നബിയുടെ അടുത്ത് ചെന്നിട്ട് നബിനോട് ചോദിക്കാണ്, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി മഴ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? മഴ കൂടിയോ മഴ നിർത്താൻ വേണ്ടി പിറ്റേതാഴ്ച വീണ്ടും വന്നിട്ട് എന്ത് ചെയ്യാണ്? അപ്പോൾ ആരോട് ആവശ്യപ്പെടുന്നത്? നബിനോട് നബി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നാവശ്യപ്പെടുന്നു. വേറൊരു പെണ്ണിന്റെ സംഭവമുണ്ട്, അൽ മർഅത്തു സൗദ, കറുത്ത പെണ്ണ് എന്നറിയപ്പെടുന്ന. സ്വർഗത്ത് പോണ ആളെ കാണുക, എന്നാ ഈ പെണ്ണ് നോക്കിക്കോ എന്നിട്ട് കാണിച്ചു കൊടുക്കണം. പിന്നെ ആരാണ്? സാബിന് പേരറിയില്ലപ്പോ
അപ്പൊ ആ കറുത്ത പെണ്ണ് അതാ നബിയുടെ അടുക്കൽ വന്നിട്ട് അവസ്മാരം ഉണ്ടായിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയില്ലേ? അപ്പൊ നബി ക്ഷണിക്കാൻ വേണ്ടി പറയും. അപ്പൊ ആ പെണ്ണ് പറയണെന്ത്, നിങ്ങള് എന്റെ വസ്ത്രം അവസ്മാരം ഉണ്ടായി വീഴുമ്പോ വസ്ത്രം നീങ്ങിപ്പോകാതിരിക്കാൻ എന്ത് ചെയ്യണം, നിങ്ങൾ നബിനോട് അള്ളഹാനോട് പ്രാർത്ഥിക്കണം എന്ന് ഈ പെണ്ണ് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കാണാം. അതൊക്കെ എന്താ, നബിന്റെ അടുക്കൽ ചെന്ന് നബിയോട് നിങ്ങളുടെ വിഷയത്തിൽ നബി ഞങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയാൻ. അത് നബിന്റെ ജീവിത കാലഘട്ടത്തിൽ സഹാബത്ത് ചെയ്തിട്ടുണ്ട്. അമ്മ ബഅദ മൗതിഹി, എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം ഫഹാശ വഖല്ല അന്നഹും സഅലൂ ദാലിക ഇൻദ ഖബരിഹി. ഹാശ എന്ന് പറഞ്ഞാൽ, ഹാശ എന്നുള്ള ഇസ്തിസ്നാന് വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ്. ഹാശ ഇല്ലാന്ന് ഒഴിവാക്കാൻ വേണ്ടി, ഇല്ല എന്നുള്ള അർത്ഥത്തിൽ. പിന്നെ ഹാശാൻ ഇല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ അഭയം തൊടുന്നു എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ ഹാശ വഖല്ല, ഖല്ല എന്നുള്ളത് അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ നബിന്റെ ജീവിത കാലഘട്ടത്തിൽ ചെയ്തിട്ടുണ്ട്, മരണശേഷം അങ്ങനെ ഉണ്ടായിട്ടില്ല. എങ്ങനെ ഉണ്ടായിട്ടില്ല? അന്നഹും സഅലൂ, അവർ ചോദിച്ചു എന്നത്, ദാലിക അക്കാര്യം ഇൻദ ഖബരിഹി, എവിടെ? നബിന്റെ ഖബറെടുക്കൽ. ജീവിത കാലഘട്ടത്തിൽ നബിന്റെ അടുക്കൽ ചെന്ന് ചോദിച്ചു, എന്നാൽ ഖബറെടുക്കൽ ചെന്ന് സഹാബികൾ ചോദിക്കുക എന്നുള്ളത് ഇല്ല, അങ്ങനെ ഉണ്ടായിട്ടില്ല. ഖുറാഫിലുണ്ട് ഒരു അറാബിന്റെ കഥ ഉണ്ട്, മറ്റേ ഇബ്നു കസീറിലൊക്കെ പറഞ്ഞ അറാബിണ്ടല്ലോ. ബൽ അൻകറ സലഫു അലാ മൻ ഖസദ ദുആ അല്ലാഹി ഇൻദ ഖബരിഹി ഫകൈഫ ബിദുആഇഹി നഫ്സിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബിന്റെ മരണശേഷം ഇത് മരിച്ച ഒരാളോട് ചോദിക്കാൻ പറ്റുമെങ്കിൽ നബിന്റെ മരണശേഷം നബിന്റെ ഖബറിലേക്ക് ചെന്നിട്ട് സഹാബികൾ എന്ത് ചെയ്യണം? ചോദിക്കണം. അപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലേ. നബി മരിച്ചോടെ തന്നെ നബിനെ എവിടെ മറവ് ചെയ്യണം, എവിടെ മറവേണ്ടത്? പിന്നെ ഖബർസ്ഥാനിലാണോ അല്ല വീട്ടിലാണോ? തർക്കണ്ടായി. അപ്പൊ ഔസദീഖാണ് ഹദീസ് ഓതി കൊടുക്കുന്നത്. നബി പ്രവാചകൻ എവിടെയാണോ മരിച്ചത് അവിടെ എന്ത് ചെയ്യണം? മറവ് ചെയ്യണം. അതുപോലെ നബിന്റെ ഖബറ് ഏത് തരത്തിലുള്ള ഖബറാകണം? ഷക്കാണോ ലഹദാണോ? നമ്മുടെ നാട്ടിലുള്ള ഷക്ക് പറഞ്ഞാൽ ഒരു ഭാഗം തുരന്നിട്ട് എന്ത് ചെയ്യാം, കണ്ടില്ലേ? ഇപ്പൊ ചുമര് ഇങ്ങനെ ഒരു കുഴി വയ്ക്കുക, നമ്മളെ ഖബറുകൾ കുഴിക്കുക, എന്നിട്ട് കിബിലന്റെ ഭാഗത്ത് അങ്ങേ ഭാഗം ചുമര് തുരക്കുക. തുരന്നിട്ട് ഒരു മയ്യത്ത് വെക്കാൻ മാത്രമുള്ള നമ്മളെ ഇടിഞ്ഞു പോണ മണ്ണിലെടുത്താൽ പറ്റൂല, അങ്ങോട്ട് കയറ്റിയൊക്കെ മയ്യത്ത്. എന്നിട്ട് ആ തുരന്നെടുത്ത് എന്ത് ചെയ്യും? ഇഷ്ടി വെച്ചടക്കും, പിന്നെ ആ കുഴി തൂക്കും. അപ്പൊ അതിലേതാ വേണ്ടത്? ഇങ്ങനെ മരിച്ചപ്പോ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രശ്നം വെച്ചാൽ അവർക്ക് സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ആരോട് ചോദിക്കുക? ഇവരോട് ചോദിക്കുക, നബിയെ നിങ്ങളവിടെ പറയേണ്ടത് അല്ലെ, നിങ്ങളെ ഖബർ എങ്ങനെയാണോ ചോദിച്ചിരുന്നോ? ഇല്ല. പിന്നെ ഖലീഫയാകണം. അപ്പൊ ആരെ ഖലീഫയാക്കണം? അതില് അൻസാറുകളും മുഹാജിറുകളും തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി, ചർച്ചകളുണ്ടായി. അവസാനം അവര് ഏകകണ്ഠമായ തീരുമാനത്തിലെത്തി. ഒരു 1.5 ദിവസം, സാധാരണ 3 ദിവസം എന്നൊക്കെ പറയുന്നുണ്ട്, 3 ദിവസം തെറ്റാ. 1.5 ദിവസം, തിങ്കളാഴ്ച ഉച്ചന്റെ മുമ്പ് നബി മരിച്ചു. തിങ്കൾ കഴിഞ്ഞ് ചൊവ്വാഴ്ച രാത്രി പുലർച്ചെ നബി എന്ത് ചെയ്തിട്ടുണ്ട്? 3 ദിവസം സാധാരണ പറയുന്നത് തെറ്റാണ്. കൂടിയ 1.5 ദിവസം ഉണ്ടാവും. തിങ്കളാഴ്ച ഉച്ചന്റെ അങ്ങോട്ട് കൂടിക്കോളി, ചൊവ്വാഴ്ച ഉച്ച വരെ 1 ദിവസം. പിന്നെ ആ രാത്രി പൊലിച്ചാകുന്നതും. പൊലിച്ചന്റെ മുമ്പ് സുബൈന് മുമ്പായിട്ട് കൈക്കോട്ടിന്റെ ഒച്ച ഞങ്ങൾ കേട്ടു എന്ന് ആയിഷബി പറയുന്നുണ്ട്. ഇത് നബിന്റെ ഖബർ മൂടുന്ന ഒച്ച, കൈക്കോട്ടിന്റെ ഒച്ച കേട്ടു, കൈക്കോട്ടൻ മണ്ണ് നീക്കുന്നു. അപ്പൊ 1.5 ദിവസം, അത്രയും ദിവസം താമസിച്ചു. അപ്പൊ ഈ ജാതി വിഷയങ്ങളിലൊക്കെ എന്താ നബിനോട് ചോദിച്ചാൽ മതി, നബിയെ ആരാനി ഖലീഫാക്കണ്ടി അല്ലേ, ഇതൊക്കെ ചോദിക്കാലോ. ആരും ചോദിച്ചില്ല. ബൽ മാത്രമല്ല, മരണശേഷം നബിയോട് ചോദിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അൻകറ സലഫു, പൂർവികരായ ആളുകൾ. ഇവിടെ സലഫോട് ഉദ്ദേശിക്കുന്നത് സലഫിന്റെ ഒന്നാമത്തെ വിവക്ഷാര സഹാബത്താണ്. പിന്നെ അടുത്ത തലമുറ. ബൽ അൻകറ സലഫു, സലഫി എന്നാൽ സലഫികളെ പിൻപറ്റിയവൻ. സലഫ് എന്നാൽ പൂർവികർ. സലഫി എന്നുള്ളതിന്റെ ബഹുവചനാണ് എന്ത്? സലഫ്. അപ്പൊ അൻകറ സലഫു, പൂർവികർ നിഷേധിച്ചിട്ടുണ്ട്, എതിർത്തിട്ടുണ്ട്. എന്തിനെ? അലാമൻ ഖസദ, ഉദ്ദേശിച്ചവനെ, ലക്ഷ്യം വെച്ചവനെ. എന്ത് ലക്ഷ്യം വെച്ചവൻ? ദുആ അല്ലാഹ്, അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ ഉദ്ദേശിച്ചവനെ. ഇൻദ ഖബരിഹി, എവിടെ വെച്ചിട്ട്? നബിന്റെ ഖബറിനെടുക്കൽ. നബിനോടല്ല ചോദിക്കുന്നത്. നബിനോട് സഹാബത്താരും ചെയ്തിട്ടില്ല, ജീവിതകാലത്ത് ചോദിച്ചു, മരിച്ചാലും ചോദിച്ചില്ല. എന്നാൽ
മരിച്ച ശേഷം നബിനോട് ചോദിക്കുന്നത് പോയിട്ട് അള്ളഹാനോട് ചോദിക്കാൻ എവിടെ പോവാൻ? നബിന്റെ കവർ എടുക്കുന്നുണ്ട് പടച്ചോനോട് ചോദിക്കുക. അതുപോലും എന്ത് ചെയ്തു? അങ്കറ സലഫ്, സലഫുകളായ ആളുകൾ എതിർത്തിട്ടുണ്ട്. ഇത് പിന്നെ അബ്ദുല്ലാഹിബിന് ഉമറ എന്നാണ് എന്റെ ഓർമ്മ. ഒരാൾ വന്നിട്ട് അവിടെ നബിന്റെ കവർ എടുത്ത് നിന്നിട്ട് കണ്ടപ്പോ അതിനെ എതിർത്തായിട്ട് കാണാം. ഷെയ്ഖ് അൽബാനി അഹ്കാമുൽ ജനാസിലൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ നബിന്റെ ഖബറിനടുക്കൽ വന്ന് ദുആ ചെയ്യുന്നത് പോലും സലഫുകൾ എതിർത്തു. ഇതിപ്പോ ഒന്നും കാണാം മദീനത്ത് പോയാൽ. ഇന്നും മദീനത്ത് ഖബറിനടുക്കല് നമ്മുടെ നാട്ടിൽ നിന്ന് പോണ ഖുറാഫിയും അതുപോലെ തന്നെ ഈ തുർക്കികള്, ഇറാനികള്, ഇങ്ങനത്തെ ടീമുണ്ടല്ലോ ഈ ഖുറാഫി, എല്ലാ ജാതി ഖുറാഫിയാണ്. ഇവരവിടെ കവറൊക്കെ എന്നിട്ട് അവിടെ അങ്ങനെ ഭയങ്കര കൈയൊക്കെ പൊക്കിയിട്ട് നീണ്ടി ദ്വാരക്കിടാണ്. അപ്പം അവിടെ മറ്റേ മുത്തവന്മാരുണ്ടാവും, അട്ടിവിടുവാണ്. അവിടെ നിൽക്കാൻ വയ്ക്കൂല, സലാം പറഞ്ഞു പോയിക്കോറി. ഭയങ്കര ദേശീയ അവിടെ നിന്നിട്ട് അങ്ങനെ അട്ടിവിടുക. അപ്പൊ അവിടെ നിൽക്കാനാ വയ്ക്കൂല, നിർബലി ചൂടാവും. ചങ്ങായിമാരെ അവിടെ നിൽക്കാൻ വല്ലാത്തൊരു സാധനം തന്നെ കൊണ്ട് വഹാബികളുണ്ട്, ഇങ്ങനെ വിഷമിക്കുകയാണ്. അപ്പൊ എന്താ കവറെടുക്കൽ ആടെന്ന് ദ്വാ ചെയ്യേണ്ടിയില്ല, എന്തേ പറയേണ്ടിയുള്ളൂ? സലാം പറഞ്ഞ നബി പഠിപ്പിച്ചാൽ ചെറിയ പ്രാർത്ഥന ഉണ്ട്, അത് മാത്രം ചെല്ല, അതിനപ്പുറം ദ്വാന്റെ ആവശ്യമില്ല. ഫകൈഫ, അപ്പോൾ പിന്നെ എങ്ങനെയാണ്? ബിദുആഇഹി നഫ്സിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫകൈഫ, പിന്നെ എങ്ങനെയാണ് ഉണ്ടാവുക? എന്ത്? ബിദുആഇഹി, നബിയോട് ഉള്ള ദുആ, നഫ്സിഹി, നഫ്സിനാൽ നബിയോട് തന്നെ, നഫ്സിഹി എന്നാൽ നഫ്സിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നെ ദുആ ചെയ്യുക എന്നുള്ളത് ഫകൈഫ, പിന്നെ എങ്ങനെ ഉണ്ടാവും? നബിന്റെ ഖബറിന്റെ അടുക്കൽ നിന്നിട്ട് അള്ളഹാനോട് ദുആ ചെയ്യുന്നത് പോലും സലഫുകൾ എതിർത്തു. അപ്പൊ പിന്നെ നബിനോട് തന്നെ ദുആ ചെയ്യാന്നുള്ള എങ്ങനെയാണ് സലഫുകൾ എത്തുന്നുണ്ടാവുക, പൂർവികൾക്ക് നിന്നുണ്ടാവുക? അപ്പൊ നബിനോട് ഖബറിന്റെ അടുക്കൽ ചെന്ന് സലാം പറയണം. അതും സഹാബത്തും പൂർവികരായ ആളുകളൊക്കെ ഇമാമിങ്ങളൊക്കെ എതിർത്തതായി കാണാം. എന്തിന്? ഒരാൾ പതിവായിട്ട് എല്ലാ നിസ്കാരവും കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാ? അതിന്റെ പള്ളിയിൽ എല്ലാ നിസ്കാരം കഴിഞ്ഞിട്ട് നബിന്റെ ഖബറിനടുത്ത് പോവാ, സലാം പറയാ. അത് പറ്റില്ല. നബിനോട് സലാം പറയാനായിട്ട് എന്ത് ചെയ്യണ്ട? ഖബറിനടുത്ത് പോണ്ട. അപ്പൊ മാത്രമല്ല, സഹാബികളിൽപ്പെട്ട ആളുകൾ ഓല് സാധാരണ അവിടെ നിസ്കാരത്തിനുണ്ടെങ്കിൽ ഒരു യാമത്താണെങ്കിൽ എന്ത് ചെയ്യും? സലാം പോകും. അല്ലാതെ എല്ലാ എന്നുള്ളത് സാബത്ത് ചെയ്തിട്ടില്ല. അപ്പൊ എന്താ അങ്ങനെ ഒരു പുണ്യാണ് പോയിട്ട് ഇല്ലാതാക്കാം. വലഹും ശുബ്ഹത്തുൻ ഉഖ്റ وهي قصة إبراهيم لما ألقي في النار اعترض له جبريل في الهواء فقال له ألك حاجة فقال إبراهيم أما إليك فلا فقالوا فلو كانت الاستغاثة شركا لم يعرضها على إبراهيم ولهم ഇവർക്കുണ്ട്. ആർക്കുണ്ട്? മുശ്രിക്കുകൾക്കുണ്ട്. മുശ്രിക്ക് എന്നാ ശരിയല്ലേ? കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ ഖുറാഫി. വലഹും ശുബ്ഹത്തുൻ ഉഖ്റ, അവർക്ക് വേറെ ഒരു സംശയമുണ്ട്. വഹിയ, ആ സംശയം എന്താണ്? ഖിസ്സത്തു ഇബ്രാഹിമ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖിസ്സയാണ്, സംഭവമാണ്. ലമ്മാ ഉൽഖിയ, അൽഖാ ഇട്ടു, ഉൽഖിയ ഇടപെട്ടു, ലമ്മാ ഉൽഖിയ ഫിന്നാർ, നരകത്തിൽ എറിയപ്പെട്ടപ്പോൾ, ഇബ്രാഹിം നബി സ്വലാത്തു വസ്സലാം നരകത്തിലേക്ക് ഇടപെട്ടപ്പോൾ, ഇഅ്തറള ലഹു ജിബ്രീലു ഫിൽ ഹവാ, തീയിലേക്ക്, നരകം എന്നാ പറഞ്ഞ് ഉൽഖിയ ഫിന്നാർ, നാറിന് അങ്ങനെ അറിയാതെ പറഞ്ഞത്. ഉൽഖിയ ഫിന്നാർ, തീയിൽ എറിയപ്പെട്ടപ്പോൾ, അതായത് ഇബ്രാഹിം നബിനെ നശിപ്പിക്കാൻ വേണ്ടി മുശ്രിക്കുകൾ എന്ത് ചെയ്തു? തീ കത്തിച്ചു. ആ തീയിലേക്ക് എറിയപ്പെട്ടപ്പോൾ ഇഅ്തറള ലഹു ജിബ്രീലു, ഇഅ്തറള പ്രതിബന്ധം സൃഷ്ടിക്കുക, തടസ്സം സൃഷ്ടിക്കുക, മുന്നിൽ വരിക എന്നൊക്കെ അർത്ഥം. ഇവിടെ ഇഅ്തറള ലഹു, ഇബ്രാഹിം നബി സ്വലാത്തു വസ്സലാമിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഒരാളെ മുന്നിൽ നിൽക്കുക, തടസ്സായി നിൽക്കുക, അതിനെന്താ പറയാ? ഇഅ്തറള, ഉർളാന തടസ്സം. ഇഅ്തറള ലഹു, ഇബ്രാഹിം നബി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ആര്? ജിബ്രീൽ. ജിബ്രീൽ ഫിൽ ഹവാ, ഹവായിൽ, വായുവിൽ, അന്തരീക്ഷത്തിൽ. ഫഖാല ലഹു, എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, അലക ഹാജ, അലക ആണോ, ഉണ്ടോ, അലക്ക നിനക്കുണ്ടോ, ഹാജത്തുൻ വല്ല ആവശ്യമുണ്ടോ? തീയിലേക്ക് ഇടാൻ പോവുകയാണ്, അപ്പൊ എനിക്ക് വല്ല ആവശ്യമുണ്ടോ? തീ രക്ഷപ്പെടുത്തണോ, തീ കെടുത്തണോ, എന്താ വല്ല ആവശ്യമുണ്ടോ? എന്ത് ചോദിച്ചില്ല, അലക്ക ഹാജ, നിനക്ക് വല്ല ആവശ്യമുണ്ടോ? ഫഖാല ഇബ്രാഹിം, അപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അമ്മ എന്നാൽ, ഇലൈക്ക ജിബ്രീലെ നിന്നിലേക്ക്, എന്നിലേക്ക് എനിക്കൊരാവശ്യമില്ല, എനിക്ക് എന്റെ ആവശ്യമില്ല,
ജിബ്രീൽ ചോദിച്ചാൽ എന്താ, എനിക്ക് വല്ല ആവശ്യമുണ്ടെന്ന് വെച്ചാൽ ഞാൻ വല്ലതും ചെയ്തു തരേണ്ടതുണ്ടോ, വല്ല സഹായം എന്റെ പക്കുന്ന ആവശ്യമുണ്ടോ? ഫഖാല ഇബ്രാഹിമു, അപ്പോൾ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമ്മാ ഇലൈക, എന്നാൽ നിന്നിലേക്ക് ഒരാവശ്യവും ഫല എനിക്കില്ല. ഫഖാലു, അപ്പോൾ മുശ്രിക്കുകൾ പറയുന്നു, ഫലൗ കാനത്തിൽ ഇസ്തിഗാസത്തു ശിർക്കൻ ലം യഅരിൽഹാ അലാ ഇബ്രാഹിമ. ഇവിടെ എന്താണ്, ഇബ്രാഹിം നബി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിക്കില്ല, പക്ഷെ ജിബ്രീൽ വന്നിട്ട് ഇങ്ങോട്ട് ചോദിക്കാൻ, എന്ത്, എനിക്ക് വല്ല ആവശ്യമുണ്ടോ? ആവശ്യമുണ്ടോ വെച്ചാൽ ഉണ്ട് തന്നെ ചെയ്യും. ആര് സഹായിക്കും? ജിബ്രീൽ സഹായിക്കും. അപ്പൊ ഖുറാഫിന്റെ വാദം എന്താ? ഫഖാലു, ഖുറാഫി ചോദിക്കുന്നു, മുശ്രിക്കുകൾ ചോദിക്കുന്നു, ഫലൗ കാനത്തിൽ ഇസ്തിഗാസത്തു ശിർക്കൻ, സഹായം തേടുക എന്ന് പറയുന്നത് ശിർക്കായിരുന്നുവെങ്കിൽ, ലം യഅരിൽഹാ അലാ ഇബ്രാഹിമ, ലം യഅരിൽഹാ, ഈ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഈ കാര്യം അവതരിപ്പിക്കുമായിരുന്നില്ല. അറള അല എന്ന് പറഞ്ഞാൽ പ്രദർശിപ്പിക്കുക, അവതരിപ്പിക്കുക, ആവശ്യപ്പെടുക എന്നൊക്കെ അർത്ഥം. ലം യഅരിൽഹാ അലാ ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മേൽ ജിബ്രീൽ ഈ ഇസ്തിഗാസ അവതരിപ്പിക്കുമായിരുന്നില്ല, പ്രദർശിപ്പിക്കുമായിരുന്നില്ല, അല്ലെങ്കിൽ ആവശ്യപ്പെടുമായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ എന്താ, വേറൊരാളോട് സഹായം ചോദിക്കാനുള്ള ഇസ്തിഗാസ. ഇവിടെ ജിബ്രീൽ എന്ത് ചെയ്യുന്നു? ഇബ്രാഹിമിനൊക്കെ വന്നിട്ട് ചോദിക്കാണ്, എനക്ക് വല്ല ആവശ്യമുണ്ടോ? അപ്പൊ അങ്ങനെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ അതിന് എന്ത് ചെയ്യും? ജിബ്രീൽ ഇബ്രാഹിം നബിനെ സഹായിക്കും. അങ്ങനെ അള്ളാഹു അല്ലാത്ത ഒരാൾ, ആര്? ജിബ്രീൽ. അള്ളാഹു അല്ലാത്ത ഒരാൾ ജിബ്രീല് ഇബ്രാഹിം നബിയെ സഹായിച്ച് ആ സഹായം ഇബ്രാഹിം നബി സ്വീകരിച്ചാൽ അതെന്തായി? ശിർക്കായി. അപ്പൊ ഇബ്രാഹിം നബി ശിർക്ക് സ്വീകരിച്ച ആളായി മാറും, സഹായം സ്വീകരിച്ച ആളായി മാറും. അപ്പൊ ഇവര് പറയാണ് അത് ശിർക്കല്ല, മറ്റൊരാളോട് സഹായം ചോദിക്കാന്നുള്ള ശിർക്കല്ല. ശിർക്കായിരുന്നെങ്കിൽ ജിബ്രീൽ വന്നിട്ട് എനിക്കിന്റെ സഹായം വല്ലതും വേണോ എന്ന് ചോദിക്കുമായിരുന്നില്ല. അതാണ് ഫഖാലു. ആ ഖുറാഫികൾ പറയുന്നു, അല്ലെങ്കിൽ മുശ്രിക്കുകൾ പറയുന്നു, ഫലൗ കാനത്തിൽ ഇസ്തിഗാസത്തു ശിർക്കൻ, ഇസ്തിഗാസ സഹായം തേടുക എന്നുള്ളത് ശിർക്കായിരുന്നുവെങ്കിൽ, ലം യഅരിൽഹ, ആ ഇസ്തിഗാസയെ അവതരിപ്പിക്കുമായിരുന്നില്ല, കാണിച്ചു കൊടുക്കുമായിരുന്നില്ല, പ്രദർശിപ്പിക്കുമായിരുന്നില്ല, അലാ ഇബ്രാഹിമ, ആരുടെ മേൽ? ഇബ്രാഹിം നബിയുടെ മേൽ. ഫൽ ജവാബു, ഇതിനുള്ള മറുപടി, അന്ന ഹാദാ മിൻ ജിൻസി ശുബ്ഹത്തിൽ ഊല, ഇത് നേരത്തെ പറഞ്ഞ ഒന്നാമത്തെ സംശയത്തിന്റെ ഇനത്തിൽപ്പെട്ടതാണ്. ഇത് ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, മഹ്ശറിൽ പ്രവാചകന്മാരോട് എന്ത് ചെയ്യുന്നു? ആളുകൾ സഹായം ചോദിക്കുന്നു. അതിനെക്കുറിച്ച് എന്താ മറുപടി പറഞ്ഞത്? അത് കഴിവുള്ള നല്ലവരായ ആളുകളോട് സംസാരം കേൾക്കണ, സഹായിക്കാൻ കഴിയുന്ന ഒരാളോട് ഇനി എനിക്ക് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കുമോ എന്ന് ചോദിക്കലാണ്. അല്ലെങ്കിൽ കഴിവുള്ള ഒരാളോട് അയാൾക്ക് കഴിയാവുന്ന ഒരു കാര്യം ചോദിക്കുക. അന്നഹാദ, ഈ കാര്യം മിൻ ജിൻസി ശുബ്ഹത്തിൽ ഊല, ജിൻസ് വർഗം, മിൻ ജിൻസി ശുബ്ഹത്തിൽ ഊല, ആദ്യത്തെ സംശയത്തിന്റെ അതേ ഇനത്തിൽ, അതേ തരത്തിൽ, അതേ വർഗത്തിൽപ്പെട്ടത് തന്നെയാണ്. ഫഇന്ന ജിബ്രീല, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, അറള അലൈഹി, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മേൽ പ്രദർശിപ്പിച്ചു, എന്ത്? അൻ യൻഫഅഹു, അയാൾക്ക് ഉപകാരം ചെയ്യുവാൻ, ജിബ്രീൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉപകാരം ചെയ്യുവാൻ ഒരു കാര്യം കൊണ്ട്. ഏതാണ് ആ കാര്യം? യഖ്ദിറു, കഴിയുന്നു. ആർക്ക് കഴിയുന്നു? ജിബ്രീലിന് കഴിയുന്നു. അലൈഹി, അലൈഹി എന്നാൽ അലൽ അംരി, ആ കാര്യത്തിന്. എന്ത് കാര്യമാണോ ആ കാര്യത്തിന് ആർക്ക് കഴിയും? ജിബ്രീലിന് കഴിയും. അപ്പൊ ബി അംരിൻ യഖ്ദിറു അലൈഹി, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് കഴിയുന്ന ഒരു കാര്യം ചെയ്തുകൊണ്ട് അൻ യൻഫഅഹു, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഉപകാരം ചെയ്യുക എന്ന കാര്യമാണ് ഇബ്രാഹിം നബിയുടെ മേൽ ആര് പറഞ്ഞത്, അവതരിപ്പിച്ചത്? ജിബ്രീൽ അവതരിപ്പിച്ചത്. അപ്പൊ ജിബ്രീൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ആ ചെയ്യാൻ പറ്റുന്ന കാര്യക്ക് ഇങ്ങനെ സമയത്ത്, അപ്പൊ അതിന് വല്ല സഹായം വേണോ? ആ സഹായം ഞാൻ ചെയ്തരാ. കാരണം എന്താ? അങ്ങനെ സഹായം ചെയ്യാൻ എനിക്ക് കഴിയും. അതാണ് ഫൈന ജിബ്രീല, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, അറള അലൈഹി, അലൈഹി എന്നാൽ അല ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മേൽ വെളിപ്പെടുത്തിയത് എന്താണ്? അൻ യൻഫഅഹു, ഹു എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബിയെ സഹായിക്കാം എന്നതാണ്. ബി അംരിൻ, ഒരു കാര്യം കൊണ്ട്, യഖ്ദിറു അലൈഹി, തനിക്ക് കഴിയുന്ന ഒരു കാര്യം ചെയ്തുകൊണ്ട് താങ്കളെ ഞാൻ സഹായിക്കാം എന്നാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം നബിയോട് പറഞ്ഞത്. ഫഇന്നഹു കമാ ഖാല അല്ലാഹു തആല, കാരണം അത് കമാ ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞതുപോലെ, ഫീഹി, ആരെ കുറിച്ച്? ജിബ്രീലിനെ കുറിച്ച്. ഇവിടെ ഇപ്പൊ ജിബ്രീലിന് അങ്ങനെ സഹായിക്കാൻ പറ്റുമോ? ജിബ്രീലിന്
മനുഷ്യനെ സഹായിക്കാൻ കഴിവുണ്ടോ? അങ്ങനെ സഹായിക്കാൻ ഇതിയല്ലോ ഏത് ജിന്നൊക്കെ അങ്ങനെ സഹായിക്കാൻ കഴിവുണ്ടോ? മലക്ക് മനുഷ്യനെ സഹായിക്കാൻ കഴിവുണ്ടോ? പിന്നെ മറ്റേ നമ്മളെ സുല്ലമി ചോദിക്കുന്നത് എന്താ, മലക്ക് അള്ളാഹു അല്ലാത്ത ഒരാളിൽ നിന്ന്, അതായത് മലക്കുകൾ മനുഷ്യനെ സഹായിക്കും എന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്കായി എന്നാണ്. ചോദിക്കണമല്ല, സുല്ലമി പറഞ്ഞതാ. അപ്പം യുദ്ധങ്ങളിൽ എന്ത് ചെയ്തു? മലക്കുകൾ പ്രവാചകനെയും വിശ്വാസികളെയും സഹായിച്ചു. ഖുർആനിലുള്ള ആയത്താണ്, ഹദീസുകളുണ്ട്. അപ്പൊ അതൊക്കെ വേറെ നിലക്ക് ഉപരി വ്യാഖ്യാനിച്ചു. അങ്ങനെ സഹായിച്ചു എന്ന് വിശ്വസിച്ചാൽ എന്തായി? ശിർക്കായി. അപ്പൊ ചോദിക്കണമെന്നല്ല, മലക്കുകൾ സഹായിക്കുമെന്ന് വിശ്വസിച്ചതിന് എന്താവും? ശിർക്കാവും. അപ്പൊ ഇവിടെ ഇയാൾ പറഞ്ഞതോ ഈ പറഞ്ഞതിലൊരു ശിർക്കുമില്ല. ജിബ്രീൽ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞതിൽ ഇബ്രാഹിം നബി ആ സഹായം സ്വീകരിച്ചാലോ അതിലെന്തില്ല? ഒരു ശിർക്കുമില്ല, ശിർക്കാവുന്ന ഇസ്തിഗാസയില്ല. കാരണം എന്താ? ഫഇന്നഹു കമാ ഖാലല്ലാഹു തആല ഫീഹി എന്ന ഫീ ജിബ്രീൽ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞതുപോലെ ജിബ്രീൽ അതിന് കഴിയും. അതാണ് ബി അംരിൻ യഖ്ദിറു അലൈഹി എന്ന ഫഇന്നഹു കഴിയും. എന്തുകൊണ്ട്? കമാ ഖാലല്ലാഹു തആല ഫീഹി, ജിബ്രീലിനെ കുറിച്ച് അള്ളാഹു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. വെറുതല്ല. ശദീദുൽ ഖുവ, ഇതാണ് ഖുവത്ത്. അതിന്റെ ബഹുവചനാണ് എന്ത്? ഖുവ, ശക്തി, ശക്തികൾ. ഖുവത്ത് ഖുവ. ശദീദ് എന്നാൽ കഠിനമായവൻ, ശക്തമായവൻ, ബലമായവൻ. ശദീദുൽ ഖുവ, ശക്തികൾ ബലപ്പെട്ടവൻ. ശരിക്കും വാക്കിനർത്ഥം ശദീദുൽ ഖുവ, ശക്തികൾ കഠിനമായവൻ, ശക്തികൾ ബലപ്പെട്ടവൻ. എന്നാൽ ഒന്നല്ല, ഇതുണ്ട്, പലതരം ശക്തികളുണ്ട്. ആ ശക്തികളൊക്കെ എന്താണ്? ശദീദ്, കഠിനമായവൻ. അപ്പൊ നല്ല പല കഴിവുകളുമുള്ള, പലതരത്തിലും കഴിവുള്ള, ശക്തനായ കഴിവുറ്റവനാണ് ജിബ്രീൽ എന്ന് വേറെയും പല വിശേഷങ്ങൾ ജിബ്രീലിനെ കുറിച്ച് പറയണം. കൂടുതൽ പറയാം. ശദീദുൽ ഖുവ സൂറത്തുൽ നജ്മിലായത്താണ്. ദൂ മിറത്തിൻ ഫസ്തവ വഹു ബിൽ ഉഫുഖിൽ അഅല എന്നൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ സൂറത്തുൽ നജ്മിലായത്ത് ആദ്യഭാഗത്ത് കാണാം. ഫലൗ അദിന ലഹു അൻ യഖുദ നാറ ഇബ്രാഹിം വമാ ഹൗലഹ മിനൽ അർളി വൽ ജിബാലി വയുൽഖിയഹ ഫിൽ മശ്രിഖി വൽ അവിൽ മഗ്രിബി ലഫഅല. ഫലൗ അദിന ലഹു, അദിന തന്നെ ഉദിന ആയിക്കോട്ടെ മതി. ഫലൗ ഉദിന ലഹു, അദ്ദേഹത്തിന് അനുവാദം നൽകപ്പെട്ടിരുന്നുവെങ്കിൽ, അതിനാണ് അനുവാദം നൽകി. ഇവിടെ ഉദിന ജിബ്രീലിന് ഫലൗ ഉദിന അനുവാദം നൽകപ്പെട്ടിരുന്നുവെങ്കിൽ, ഇതിന് തന്നാൽ അനുവാദം, ലഹു ആർക്ക്? ജിബ്രീൽ അനുവാദം നൽകപ്പെട്ടിരുന്നുവെങ്കിൽ, അയ്യഹുദ, അഹദന എടുക്കുക, സ്വീകരിക്കുക, പിടിക്കുക എന്ന അർത്ഥം. അയ്യഹുദ നാറ ഇബ്രാഹിമ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ എറിയാൻ വേണ്ടി കത്തിക്കപ്പെട്ട ആ തീയെ എടുക്കാൻ ജിബ്രീൽ അനുവാദം നൽകപ്പെട്ടിരുന്നെങ്കിൽ, തീയും വമാ ഹൗലഹ, ആ തീയുടെ ചുറ്റുഭാഗത്തുള്ളതും. അപ്പൊ കത്തിയെ നിൽക്കുന്ന ആൾക്കാരുണ്ടാവണേ അല്ലെ? അയ്യഹുദ ഇബ്രാഹിം വമാ ഹൗലഹ മിനൽ അർളി, ഭൂമിയിൽ നിന്ന്, വൽ പർവ്വതങ്ങളെയും, എന്നിട്ട് വയുൽഖിയഹ, അതിനെ കൊണ്ടുപോയി ഇടുവാനും, ഫിൽ മശ്രിഖി, ഒന്നുകിൽ കിഴക്ക് ഭാഗത്തോ അവിൽ മഗ്രിബി, അല്ലെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്തോ കൊണ്ടുപോയി ഇടാനും അനുവാദം നൽകപ്പെട്ടിരുന്നുവെങ്കിൽ ല ഫഅല, ജിബ്രീൽ അത് ചെയ്യുക തന്നെ ചെയ്യുമായിരുന്നു. അപ്പൊ ആ തീയും തീയുടെ ചുറ്റുഭാഗത്തുള്ള ഭൂമിയും മലകളും ഒന്നായി എടുത്തിട്ടതാണ്. അമാ ഹൗലഹ മിനൽ അർളി വൽ ജിബാൽ, ചുറ്റുഭാഗത്തുള്ള ഭൂമിയും മലയും എല്ലാം കൂടി എടുത്ത് വയുൽഖിയഹ ഫിൽ മശ്രിഖി വൽ മഗ്രിബ്, കിഴക്കോ പടിഞ്ഞാറോ കൊണ്ടുപോയി ഇടാൻ ജിബ്രീലെങ്കിൽ ല ഫഅല, അത് ജിബ്രീൽ ചെയ്യുമായിരുന്നു. വേണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ ആർക്ക് കഴിവുണ്ട്? ജിബ്രീൽ കഴിവുണ്ട്. കാരണം ശദീദുൽ ഖുവയാണ്. വലൗ അമറഹുല്ലാഹ് അൻ യളഅ ഇബ്രാഹിം അലൈഹിസ്സലാം ഫീ മകാനിൻ ബഈദിൻ അൻഹും ലഫഅൽ. വലൗ അമറ, കൽപ്പിച്ചിരുന്നുവെങ്കിൽ, ഹു ഇബ്രാഹിം ജിബ്രീലിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് കൽപ്പിച്ചിരുന്നുവെങ്കിൽ, അൻ യളഅ, വക്കാൻ, ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബി സ്വലാത്തു വസ്സലാമിനെ കൊണ്ടുപോയി വെക്കാൻ, വളഅ എന്ന വെച്ചു. അൻ യളഅ ഇബ്രാഹിം നബിയെ കൊണ്ടുപോയി വെക്കാൻ, ഫീ മകാനിൻ ബഈദിൻ, ബഈദ് വിദൂരമായ, ഫീ മകാനിൻ ബഈദ് വിദൂരമായ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെക്കാൻ, അൻഹും ബഈദിൻ അൻഹും, ഇവരിൽ നിന്ന് വിദൂരമായ, ആരിൽ നിന്ന്? ഈ തീ കത്തിച്ച ആളുകളിൽ നിന്ന് ദൂരത്തുള്ള വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി ഇബ്രാഹിം നബിയെ കൊണ്ടുപോയി വെക്കാൻ അള്ളാഹു കൽപ്പിച്ചിരുന്നെങ്കിൽ ലഫഅല, ഇബ്രാഹിം നബി അത് ചെയ്യുമായിരുന്നു. ആ മലയും ആ ഭൂമിയൊക്കെ കൊണ്ടുപോയിട്ട് വേറെ കൊണ്ടുപോയിടുക. അല്ലെങ്കിൽ ഈ തീ കത്തുന്നതിൽ നിന്ന് ഇബ്രാഹിം നബിയെ മാത്രം എടുത്തിട്ട് എന്ത് ചെയ്യുക? ഇവരിൽ നിന്ന് രക്ഷപ്പെടുത്തി വേറെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വെക്കാനും ആർക്ക് കഴിയുമായിരുന്നു? ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിയുമായിരുന്നു. ജിബ്രീലിന് കഴിയുമായിരുന്നു.
വലൗ അമറഹു അൻ യർഫഅഹു ഇലസ്സമാഇ ലഫഅലഹു. വലൗ അമറഹു, ജിബ്രീൽ സ്വലാത്തു വസ്സലാമിനോട് കൽപ്പിച്ചിരുന്നുവെങ്കിൽ, ആര്? അള്ളാഹു കൽപ്പിച്ചിരുന്നെങ്കിൽ, അൻ യർഫഅഹു, അല്ലെങ്കിൽ ഇബ്രാഹിം നബി കൽപ്പിച്ചിരുന്നുവെങ്കിൽ, അൻ യർഫഅഹു, അദ്ദേഹത്തെ കൊണ്ടുപോയി വെക്കുവാൻ, ഉയർത്തുവാൻ, റഫഅഹു, അദ്ദേഹത്തെ ഉയർത്തുവാൻ, ഇലസ്സമാ, എങ്ങോട്ട്? ആകാശത്തിലേക്ക്, ലഫഅല, അതും ജിബ്രീൽ ചെയ്യുമായിരുന്നു. അപ്പൊ വലൗ അമറഹു, അവിടെ അള്ളാഹിലേക്ക് തന്നെ മടക്കിയാൽ മതി, കാരണം മോൾ അമറഹുല്ലാഹ് എന്നല്ലേ. വലൗ അമറഹു, അള്ളാഹു ജിബ്രീലിനോട് കൽപ്പിച്ചിരുന്നുവെങ്കിൽ, അൻ യർഫഅഹു ഇലസ്സമാ, ജിബ്രീലിനെ, ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ ഭൂമിയിൽ നിന്ന് ആകാശത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകാൻ, അങ്ങനെ രക്ഷപ്പെടുത്താൻ, ഒന്നുകിൽ വേറെ സ്ഥലത്ത് കൊണ്ടുപോയിടുക, അങ്ങനെ രക്ഷപ്പെടുത്തുക, അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് മേലോട്ട് പൊന്തിക്കുക, ആകാശത്തേക്ക് ഉപരിലോകത്തേക്ക് കൊണ്ടുപോകുക, അല്ല ഫഅല, അങ്ങനെ കൽപ്പിച്ചിരുന്നെങ്കിൽ അതും ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുമായിരുന്നു. അതൊക്കെ ചെയ്യാൻ ആർക്ക് കഴിവുണ്ട്? എന്തിനാ ഇതൊക്കെ പറഞ്ഞത്? ഇവിടെ ഖാദിറായ, ഹയ്യായ ഒരാളോട്, ഹാലിറായ ആളോട് അയാൾക്ക് കഴിയുന്ന ഒരു കാര്യം ചോദിച്ചാൽ അത് ആ ഇസ്തിഗാഥ എന്തല്ല, സാധാരണ ഒരു സഹായം ചോദിക്കുന്നത് പോലെയാണ്. അത് ശിർക്കാകുന്ന, അല്ലെങ്കിൽ ദുആ ആകുന്ന ഇസ്തിഗാഥയല്ല. കാരണം ഇവിടെ വിളിക്കണ്ടല്ലോ, ഇപ്പോ ഹയ്യ്, ഹാദിർ, ഖാദിർ എന്നൊക്കെ എവിടുന്ന് കിട്ടിയില്ലേ? അപ്പൊ ജിബ്രീൽ ഇവിടെ ഹയ്യാണ്, ജിബ്രീൽ ഖാദിറാണ്, പിന്നെ ഹാദിറുമാണ്. കാരണം ജിബ്രീൽ ഇബ്രാഹിം നബിന്റെ മുന്നിൽ വന്നിട്ടാണ് ചെയ്യുന്നത്, ചോദിക്കുന്നത്. അപ്പൊ ഹയ്യാണ്, ഹാദിറാണ്, ഖാദിറാണ്. അപ്പൊ അങ്ങനത്തെ കാര്യം എന്ത് ചെയ്യാം? ജിന്നിൽ, പിന്നെ മലക്കിൽ നിന്ന് സ്വീകരിച്ചാൽ പോലും എന്തല്ല, ശിർക്കല്ലാന്നാ അപ്പൊ ശേഷം ഇവിടെ സമർത്ഥിക്കുന്നത്. പക്ഷെ ഈ സംഭവത്തെ കുറിച്ചുള്ള സനദ് ശരിയാണല്ലോ, നമുക്ക് ശേഷം ചർച്ച ചെയ്യാം. വഹാദ കറജുലിൻ ഗനിയ്യിൻ ലഹു മാലുൻ കസീറുൻ യറാ റജുലൻ മുഹ്താജൻ ഫയഅരിദു അലൈഹി അൻ യുഖ്രിദഹു ഔ അൻ യഹബഹു ഷൈഅൻ. ഇത് ഏതുപോലെയാണ്? ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുന്നിൽ ജിബ്രീൽ വന്നിട്ട് എനിക്കിന്റെ വല്ല സഹായം വേണോ എന്ന് ചോദിച്ചത് ഏതുപോലെയാണ്? ഇതിൽ നിങ്ങൾ പറയുന്നത് ഇസ്തിഗാഥയില്ല. ഇനി ഇബ്രാഹിം നബി സ്വീകരിച്ചിരുന്നെങ്കിൽ തന്നെ അതിൽ ശിർക്കാകുന്ന ഇസ്തിഗാഥല്ല. ഏതുപോലെയാണ്? ഒരു ഉദാഹരണം പറയാം. വഹാദ, ഈ സംഭവം, ഇക്കാര്യം, കറജുലിൻ, ഒരാളെ പോലെയാണ്, ഗനിയ്യിൻ, ധനികനായ ഒരാൾ, ലഹു, അയാൾക്ക് മാലുൻ കസീർ, എമ്പാടും ധനമുണ്ട്, യറ, അയാൾ കാണുന്നു, റജുലൻ, വേറൊരു തരം, മുഹ്താജൻ, ഇഹ്താജനാൽ ആവശ്യക്കാരനായി, മുഹ്താജ് ആവശ്യക്കാരനായ, റജുലൻ മുഹ്താജൻ ആവശ്യമുള്ള ഒരാളെ കാണുന്നു. ഫയഅരിദു അലൈഹി, ഈ പൈസ ഉള്ള ആള് അറലാല അവതരിപ്പിക്കുന്നു, പ്രദർശിപ്പിക്കുന്നു, വെളിപ്പെടുത്തുന്നു, അലൈഹി, ആരോട്? അലൈഹി എന്നാൽ അലൽ മുഹ്താജ്, പൈസക്ക് ആവശ്യമുള്ള ആളോട് ഈ പൈസ ഉള്ള ആള് പറയാണ്, എന്താണ്? അൻ യുഖ്രിദഹു, ഞാൻ നിനക്ക് കുറച്ച് പൈസ കടം തരാം, നിന്റെ അടുത്ത് പൈസ ഉണ്ട്, എനിക്ക് പൈസക്ക് ആവശ്യമുണ്ട്. അപ്പൊ ഇയാൾ പൈസക്കാരൻ പറയാണെന്ത്? അൻ യുഖ്രിദഹു, അക്രമന കടം കൊടുത്തു, അൻ യുഖ്രിദഹു, അയാൾക്ക് കടം നൽകാമെന്ന്. ഔ അൻ യഹബഹു ഷൈഅൻ, ഒന്നുകിൽ കടം, അല്ലെങ്കിൽ വഹബ യഹബു, എന്താണ്? ദാനം ചെയ്യുക, ഹിബത്തായിട്ട് വെറുതെ കൊടുക്കുക. ഐ യഹബഹു, അല്ലെങ്കിൽ ദാനമായി, സമ്മാനമായി നൽകുന്നു, ഷൈഅൻ, വല്ലതും. ഒന്നുകിൽ നിനക്ക് കടം തരാം, അല്ലെങ്കിൽ ഒന്നും വേണ്ട, ഹിബത്തായിട്ടൊരു സമ്മാനമായി നിനക്ക് നൽകാം. യഖ്ലി ബിഹി ഹാജത്തഹു, ഈ പൈസ മുതലാളി മറ്റേ ആവശ്യക്കാരന് കൊടുത്താൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഷൈഅൻ യഖ്ലി, ഖലാ യഖ്ലി, വീടുക, യഖ്ലി ബിഹി, അതുകൊണ്ട് അവന് വീടാം, അല്ലെങ്കിൽ നിർവഹിക്കാം, ഹാജത്തഹു, തന്റെ ആവശ്യം. ഖലാ യഖ്ലി എന്നാൽ വീട്ടി, നിർവഹിച്ചു, വിധിച്ചു, പല അർത്ഥമുണ്ട്. യഖ്ലി ബിഹി ഹാജത്തഹു, തന്റെ ആവശ്യം നിർവഹിക്കാവുന്ന ഷൈഅൻ, വല്ലതും നിനക്ക് ഞാൻ തരാം എന്നോ, അല്ലെങ്കിൽ നിനക്ക് ഞാൻ വായ്പ നൽകാമെന്നോ ഈ പൈസക്കാരൻ എന്ത് ചെയ്യുന്നു? ആരോട് പറയുന്നു? മുഹ്താജായ, ആവശ്യക്കാരനായ ആളോട് പറയുന്നു. ഫയഅബ ദാലിക്കൽ മുഹ്താജു, അപ്പോൾ അബായഹബ, വിസമ്മതിക്കുക. ഫയഅബ ദാലിക്കൽ മുഹ്താജ്, ഈ ആവശ്യക്കാരനായ മനുഷ്യൻ വിസമ്മതിക്കുന്നു. അൻ യഖുദ, അഖദ യഖുദു, സ്വീകരിക്കുക. അൻ യഖുദ, അത് സ്വീകരിക്കുന്നതിനെ, ഏത് സ്വീകരിക്കുന്നതിനെ? പൈസ സ്വീകരിക്കുന്നതിന്. എന്റെ അടുത്ത് കുറച്ച് പൈസ ഉണ്ട്, എനിക്ക് വേണം, കടം തരാം, അല്ലെങ്കിൽ വെറുതെ തരാം. അപ്പം ആവശ്യക്കാരൻ പറയാണ്, എനിക്കത് വേണ്ട, നിങ്ങളെ പൈസ വേണ്ട, വെറുതെയും വേണ്ട, കടായിട്ടും വേണ്ട. അൻ യഖുദ, അത് സ്വീകരിക്കുന്നതിൽ നിന്ന് ആവശ്യക്കാരൻ വിസമ്മതിക്കുന്നു. എനിക്ക് നിങ്ങളെ പൈസക്ക് ആവശ്യമുണ്ട്, പക്ഷെ എന്ത് വേണ്ട, നിങ്ങളെ കടവും വേണ്ട, നിങ്ങളെ പൈസയും വേണ്ട. വയസ്ബിർ, അവൻ ക്ഷമിക്കുന്നു. ഇലാ അൻ യഅതിയഹുല്ലാഹ്, അള്ളാഹു അവന് നൽകുന്നത് വരെ, ബിരിസ്ഖിൻ, വല്ല വിഭവവും, ലാ മിന്നത്ത ഫീഹി ലിഅഹദിൻ,
ബന്റത് വേണ്ട, പിന്നെ ആരുടെ സ്വീകരിച്ചോളാം? അള്ളാന്റെ സ്വീകരിച്ചോളാം. ഇലാ ഐ യഅ്തിയഹുല്ലാഹു ബിരിസ്ഖിൻ, അള്ളാഹു അവന്റെ വല്ല റിസ്ഖും, അത്താ തന്നാ വന്നു ചെന്നു, അത്താബി തന്നാ കൊണ്ടുവന്നു. ഐ യഅ്തിയഹുല്ലാഹു ബിരിസ്ഖിൻ, അള്ളാഹു അവന് ബിരിസ്ഖിൻ വല്ല റിസ്ഖും കൊണ്ട് അവന്റെ അടുക്കലേക്ക് വരുന്നത് വരെ, എന്നാ അള്ളാഹു കൊണ്ടുപോയി കൊടുക്കുന്നത് വരെ. അങ്ങനെ അള്ളാഹു കൊണ്ടുപോയി കൊടുക്കുന്നു. ലാ മിന്നത്ത ഫീഹി, മിന്നത്തനാൽ മന്ന യമുന അനുഗ്രഹം ചെയ്യുക. ലാ മിന്നത്ത ഫീഹി, അതിൽ യാതൊരു, ഈ നൽകുന്നതിൽ യാതൊരു അനുഗ്രഹവും ഇല്ല. ലി അഹദിൻ, ഒരാൾക്കും. എന്നതാ വേറെ ആർക്കും ഒരു പങ്കുമില്ലാത്ത, അല്ലെങ്കിൽ വേറെ ആർക്കും ഒരു ഉപകാരവും എടുത്തു പറയാനില്ല. മന്ന യമുൻ എന്ന് പറഞ്ഞാൽ മിന്നത്ത് അനുഗ്രഹിക്കാന്നുണ്ട്, അതുപോലെ തന്നെ അനുഗ്രഹം എടുത്തു പറയുക അതിനുപയോഗിക്കും. അപ്പൊ ലാ മിന്നത്ത, ഒരു അനുഗ്രഹവും ഇല്ല. ഫീഹി, ഇതില് ഫീഹി എന്ന് പറഞ്ഞാൽ അള്ള കൊടുത്ത ഈ റിസ്ഖിൽ, അള്ളാഹു കൊടുത്ത റിസ്ഖിൽ ഒരു മിന്നത്തുമില്ല. ലി അഹദിൻ, വേറൊരാൾക്കും. എന്നാൽ അള്ളാന്റെ പങ്ക് മാത്രമേ ഉള്ളൂ, വേറൊരാൾക്കും പറയാനില്ല, അല്ലെങ്കിൽ വേറൊരാളുടെ സഹായം വിശ്വസിക്കാനില്ല. ഇത് ആര് കൊടുത്തതാണ്? അള്ള കൊടുത്തതാണ്. അപ്പൊ മറ്റൊരാളുടെയും സഹായമില്ലാതെ, മറ്റൊരാളുടെയും അനുഗ്രഹമോ അല്ലെങ്കിൽ സഹായമോ ഒന്നുമില്ലാതെ അള്ളാഹുവിന്റെ വകയായി എന്തെങ്കിലും കിട്ടിയാൽ അത് മതി എനിക്ക്, ഇയാളുടെ പൈസ ആവശ്യമില്ല, അയാളുടെ കടവും ആവശ്യമില്ല എന്ന് ഒരുത്തൻ വിശ്വസിച്ച് ക്ഷമിക്കുന്നു. അങ്ങനെ അയാൾ, ഈ മുതലാളി കൊടുക്കാതെ പറഞ്ഞത് അയാൾ വിസമ്മതിക്കുന്നു. ഇതുപോലെയാണ് ഈ സംഭവം. അപ്പൊ എന്താ നബിന്റെ ഹദീസ് തന്നെ കാണാം, എന്താണ്? ഒരു സംഗതിയും ആരുടേതും സ്വീകരിക്കാതിരിക്കലാണ് ഖൈർ. ആരുടെ ഒന്നും സ്വീകരിക്കാതിരിക്കുക, ചോദിക്കാതിരിക്കുക, അല്ലെ? ആരോട് ചോദിക്കാക്കപ്പോ ഹദീസ് നബി പറഞ്ഞേക്കാണ്, നിങ്ങൾ ജനങ്ങളോട് ഒന്നും ചോദിക്കരുത്, ഒരു സംഗതി ചോദിക്കരുത് നബി ഉപദേശിച്ചു എന്നാണ്. അത് കേട്ട ആളുകൾ ആ ഹദീസ് തന്നെ കാണാം, ഹദീസ് ഉദ്ധരിക്കുന്ന ആള്, പിന്നെ അടുത്ത ആള് പറയാണ്, അടുത്ത റാവി പറയാണ്, റിപ്പോർട്ടർ പറയാണ്, ഈ സഹാബികളുടെ കൂട്ടത്തിൽ ചില ആളുകളെ, അതായത് നബിയിൽ നിന്ന് ആ ഉപദേശം കേട്ട ആളുകളെ ഞാൻ കണ്ടു, കുതിരപ്പുറത്തുനിന്ന് അല്ലെങ്കിൽ ഒട്ടോപ്പുറത്തുനിന്ന് അവരുടെ വടിയോ കയറോ, ഇപ്പൊ തെളിക്കുന്ന വടി അല്ലെങ്കിൽ ഓരെന്തെങ്കിലും സാധനം നിലത്ത് വീണാൽ അത് എടുത്തുണ്ട് എന്ന് വേറെ ആളോട് പറയില്ല. എന്താ? ആരോടും ഒന്നും ചോദിക്കരുത് എന്ന് നബി ഞങ്ങൾ ഉപദേശിച്ചിട്ടുണ്ട്. അപ്പോ ഓലെന്നെ വാഹനപ്പുറത്തുനിന്ന് ഇറങ്ങിയിട്ട് ഈ സാധനം ചെയ്യും, എടുക്കും. ഇതൊരു ഹറാമായ സംഗതിയല്ല, അനുവദിക്കപ്പെട്ട സംഗതിയാണ്. എന്നിട്ട് പോലും ചോദിക്കുക. കാരണം എന്താ? വേറെ ആരതും ഒന്നും വേണ്ട, ഏറ്റവും സുരക്ഷിതതാണ്. ഒരു സംഗതി ആരതും ഓശാരത്തിന് സ്വീകരിക്കാതിരിക്കുക. ചിലപ്പോ നമ്മളെന്താവും, അതിന്റെ പിന്നെയും കിട്ടാൻ മോഹിക്കും. ആളുകളുടെ കയ്യിലുള്ളതിന് നമുക്ക് മോഹം കൂടും കിട്ടുമ്പോ. രണ്ടാമത്തത് കൊടുത്തവനോടൊരു വിധേയത്വം മനസ്സിൽ വരും. മറ്റവൻ ഇങ്ങോട്ടുണ്ടാവും, ഏത് മോനെ നമുക്കൊന്ന് ഭരിച്ചാളാ എന്ന് മറ്റവൻ തോന്നും. ആ യാതൊരു സാഹചര്യം ഉണ്ടാവില്ല. ഇത് അള്ളാഹ് അന്ന് മതി, വേറെ ആരും ഇത് ഒരു ആ കയറും കെടുത്തോ വടിയും കെടുത്തോ എന്ന് ചോദിക്കുന്നത് പോലും സഹാബികൾ ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ എന്താ? ആരുടെയും ഒരു സഹായം സ്വീകരിക്കുക. അപ്പൊ ഏറ്റവും ഹൈറെന്താ? അതാണ്. അതുകൊണ്ടാണ് ഇവിടെ ഈ ഇവന് പൈസ വേണ്ടാഞ്ഞിട്ടല്ല, മറ്റോ പറയാണ് കടന്നല്ല വെറുതെ തരാന്ന് പറഞ്ഞു. എന്നാൽ ഇയാൾ പറയാണ് എനിക്ക് എന്റെ വേണ്ട, അള്ള തരുമ്പം വരട്ടെ, അത് മതി എനിക്ക്. അയാൾ സബറാക്കുന്നു. അതുപോലെയാണ് ഇവിടെ ആര് ചെയ്തത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്തത്. ഇപ്പോ പൈസക്കാരനോട് ഉദാരിച്ചത് ആരെയാ? ജിബ്രീലിനെ. ജിബ്രീലിനൊക്കെ പൈസ അല്ല ഉള്ളത്, എന്താണ്? ശദീദുൽ ഖുവയാണ്. എങ്ങനെ വേണമെങ്കിലും സഹായിക്കാൻ അള്ളാഹ് അനുവദിച്ചാൽ അല്ലെങ്കിൽ കൽപ്പിച്ചാൽ സഹായിക്കാനുള്ള കഴിവ് ജിബ്രീലിനുണ്ട്. അപ്പൊ അതാണ് അവിടെ പൈസക്കാരന്റെ സ്ഥാനത്തോട് ജിബ്രീലിനെ ഉദാരിച്ചത്. എമ്പാടും ശക്തി. ആ ശക്തി എനിക്ക് ഇന്നത് വേണോ, അവിടെ കടവും ഇതല്ലേ, ഞാൻ സഹായിക്കാം. അപ്പോ ഇബ്രാഹിം നബി പറഞ്ഞു എനിക്ക് സഹായമൊക്കെ ആവശ്യമുണ്ട്, എന്ത് വേണ്ട, ജിബ്രീലിന്റെ വേണ്ട, അള്ളാഹിനെത്തുന്നത് വന്നോട്ടെ എന്ന് പറഞ്ഞത്. ഇവിടെ ജിബ്രീൽ സഹായിക്കുന്നതും ആരെ കൽപ്പന അനുസരിച്ച അള്ളാഹിനെ. പക്ഷേ എന്താണ്, നിന്നിൽ നിന്ന് ഞാൻ ഉപദേശിക്കുന്നില്ല എന്ന് പറഞ്ഞു എന്നാണ്. അപ്പോ ഇവിടെ ഈ സംഭവം തെളിവാക്കണ്ട, അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, ഈ കാര്യം സമർത്ഥിക്കാൻ പറ്റരുത്. വേറൊരാളെ സഹായം സ്വീകരിക്കാതിരിക്കലാണ് ഖൈർ. ഏത്? അള്ളാന്റെ അല്ലട്ടോ. ഈ ഹദീസ് ഇത് ശരിയാണെങ്കിൽ എന്താ ഇന്ന് കിട്ടുക? ജിബ്രീൽ അയക്കുന്നു, ആരുടെ സഹായം തന്നെ? അള്ളാന്റെ സഹായം തന്നെയാണ്. അല്ലെങ്കിൽ അള്ളാഹിനോട് അവിടെ പ്രാർത്ഥിക്കാൻ ചോദിക്കാം. അതാ പറഞ്ഞ ഈ സംഭവത്തിന്റെ സ്വീകാര്യത വേറെ ചർച്ച ചെയ്യുന്നുള്ളത്. ഈ സംഭവം ശരിയാണ് എങ്കിൽ പോലും ഇതിലെന്തില്ല, ഖുറാഫി പറയണ ഇസ്തിഗാസ കയ്യിൽ തെളിവില്ല എന്നതുകൊണ്ടാണ് ഇവിടെ ഷെയ്ഖ് വിശദീകരിക്കുന്നത്. അത് മനസ്സിലായില്ലേ? ഇനി ഇതിൽ നേരത്തെ പറയാൻ വിട്ടുപോയ സംഗതി ഉണ്ട്. അവിടെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്ന്
പ്രാർത്ഥിക്കാൻ വേണ്ടി സഹാബത്ത് ആവശ്യപ്പെട്ടിരുന്നു. അപ്പൊ വേറൊരാളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടാമെന്ന് നേരത്തെ വായിച്ചില്ലേ? കഴിഞ്ഞ സംശയത്തിന്റെ മറുപടി. അവിടെ ഒരു കാര്യം പറയാൻ വിട്ടു. എന്താ വെച്ചാൽ ഇവിടെ വിശദീകരണത്തിൽ സാലിഹ് ഉസൈമീൻ പറയുന്നുണ്ട് എന്ത്, പിന്നെ ഇത് പതിവാക്കാൻ പാടില്ല. എന്ത്, കാണാനോടൊക്കെ ദുആ ചെയ്യണ്ട. അങ്ങനെ ആരെ കണ്ടാലും, അല്ലെങ്കിൽ ഒരു സാലിഹായ മനുഷ്യൻ അയാളെ കാണുമ്പോ ഒക്കെ അയാളോട്, അല്ലെങ്കിൽ നിരന്തരമായി അയാളോട് എന്ത് ചെയ്യുക, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേക്കുക. അത് എന്തല്ല, അത് സലഫുകളുടെ പതിവിൽപ്പെട്ടതല്ല എന്നാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇല്ല അന്നഹു ലാ യംബഗി ലിൽ ഇൻസാനിയായി യത്തഖിദ ദാലിക ദൈദനൻ ലഹു. ദൈദൻ എന്നാൽ ഒരു പതിവായ കാര്യം, നിത്യമായ കാര്യം എന്നാണ്, ദിനചര്യ. അതിനാണ് ദൈദനൊക്കെ ഉപയോഗിക്കുക, പതിവായത്. അപ്പൊ ഒരാളോട് സഹായം ചോദിക്കാം, ഇത് അല്ല പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടാം, നിങ്ങൾ അള്ളാഹിനോട് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം കേട്ടോ എന്ന് പറയാം. പക്ഷേ ലാ യംബഗി ലിൽ ഇൻസാനിയായി യത്തഖിദ ദാലിക ദൈദനൻ ലഹു, ഇതൊരു പതിവായി സ്വീകരിക്കരുത്. കുല്ലമാ റഅ റജുലൻ സാലിഹൻ, സാലിഹായ ഒരു മനുഷ്യനെ കാണുമ്പോഴൊക്കെ കാല ഉദുല്ലാഹലി അള്ളാഹിനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട, എനിക്ക് വേണ്ടി ദുആ ചെയ്യണ്ട, കാണുമ്പോ ഒക്കെ അത് പറയാ. അത് പറ്റൂല. ഫഇന്ന ഹാദാ ലൈസ മിൻ ആദത്തി സലഫി റളിയല്ലാഹു അൻഹും, ഇത് സലഫുകളുടെ സമ്പ്രദായത്തിൽപ്പെട്ടതായിരുന്നില്ല. ഏത്, നല്ല ആൾക്കാർ കാണുമ്പോ ഒക്കെ ദുആ ചെയ്യേണ്ട എന്ന് പറയുന്നത്. കാരണം എന്താ, വഫീഹി ഇത്തികാലുൻ അലാ ദുആഇൽ ഗൈരി, ഇങ്ങനെ ഒരാൾ പതിവാക്കുമ്പോ അയാൾ എന്ത് ചെയ്യുന്നു, മറ്റൊരാളെ അവലംബിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും പ്രാർത്ഥന എന്നിവിടെ ശേഷം പറയുന്നുണ്ട്, പ്രാർത്ഥന എന്ന് പറയുന്നത് ഇബാദത്താണ്. അപ്പോ അത് ആര് നിർവഹിക്കണം? സ്വയം നിർവഹിക്കണം, വേറെ ആളോട് പറയാം. അപ്പൊ സ്വയം ഒരുത്തൻ ചെയ്ത് അവന്റെ കാര്യം നേടി കിട്ടുകയും വേണം, അതോടൊപ്പം പ്രാർത്ഥിച്ചതിന്റെ കൂലിയും അയാൾക്ക് കിട്ടും. ആ കാര്യം അവൻ നടത്താതെ വേറൊരാളെ അവൻ എന്ത് ചെയ്യുന്നു, അവലംബിക്കുന്നു. അപ്പോ അവന്റെ പ്രാർത്ഥന സ്വീകരിച്ചെങ്കിലെന്തുണ്ട്, കൂലിയുണ്ടല്ലോ. അപ്പോ അതൊക്കെ നഷ്ടപ്പെട്ടു. മാത്രമല്ല ഇവൻ തന്റെ കാര്യത്തിൽ വേറൊരാളെ അവലംബിക്കുക എന്നൊരു കാര്യം കൂടി അവിടെ ഉണ്ടായിത്തീരുന്നു. അതുകൊണ്ട് അങ്ങനെ പതിവായി ഇത് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഒരാളോട് നിരന്തരമായി ആവശ്യപ്പെടാൻ പാടില്ല എന്നിവിടെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യന്റെ വാചകം കൊടുത്തത് കാണാം. ഇങ്ങനെ വരുമ്പോ അയാൾ എന്താവും, ഇതാ തൊലബൽ ഇൻസാനു മിൻ ഷഖ്സിൻ അൻ യദഉ ലഹു ഫഇന്ന ഹാദാ മിനൽ മസ്അലത്തിൽ മദ്മൂമ. ഒരാൾ വേറൊരുത്തരോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുക എന്ന് പറയുന്നത് മിനൽ മസ്അലത്തിൽ മദ്മൂമ, ആക്ഷേപകരമായ സംഗതികളിൽ പെട്ടതാണ്. ഇവിടെ മദ്മൂമ എന്ന് പറയാൻ കാരണം എന്താ, ഈ അവസ്ഥയിലേക്ക് പോകുമ്പോ ശരിക്കും നല്ല എന്താ ചോദിക്കാതൊക്കെയാണ്, അവനവൻ പ്രാർത്ഥിക്കുക, ഇതിലല്ലേ. അപ്പൊ വേറൊരാളെ അവലംബിക്കുക എന്നത് ഒഴിവായി, അവനവൻ പ്രാർത്ഥിച്ചതിന്റെ കൂലിയും കിട്ടി. മന്ത്രത്തെക്കുറിച്ച് പറഞ്ഞ പോലെ വേറൊരാൾ ചോദിക്കുന്നതിന് കുഴപ്പമില്ല, ചോദിക്കാതെ സ്വയം മന്ത്രിക്കുന്നത് ഏറ്റവും അഫ്ളൽ അതാണ്. അതുപോലെ ഇവിടെ മറ്റൊരാൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടാം, പക്ഷെ സ്വയം പ്രാർത്ഥിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠം. എന്നാൽ സാലിയായ ഒരാളെ കണ്ട് പറഞ്ഞുകൊണ്ട് തെറ്റില്ല. കാരണം നേരത്തെ സഹാബികൾ ഇവരോട് ചോദിച്ചത് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ചോദിക്കാം, പക്ഷെ ചോദിക്കാതിരിക്കലാണ് ഖൈറ്. പ്രത്യേകിച്ച് പതിവാക്കാൻ പാടില്ല. ചോദിക്കാം എന്നതിന് വേറെ തെളിവുകളുണ്ട്. ഇപ്പൊ ഹജ്ജിന് പോകുന്ന സന്ദർഭത്തിൽ അബൂദർദാന്റെ വീട്ടിൽ ചെന്നിട്ട്, സാഹിബിന്റെ പേരാണ് ഓർക്കുന്നില്ല, ഇങ്ങനെ ഹജ്ജിന് പോകാന്നാണ്. അപ്പോ അബൂദർദാന്റെ ഉമ്മയാണ് വീട്ടിലുള്ളത്, അല്ല ഭാര്യയാണ് വീട്ടിലുള്ളത്. അപ്പോ ഭാര്യ പറയാണ്, ഉമ്മുദർദാവ് പറയാണ് എന്ത്, പിന്നെ വഴിയിൽ വെച്ച് അബൂദർദാനെയും കണ്ടു. വഴിയിൽ നിന്ന് അങ്ങനെ ഭാര്യ എന്നോട് പ്രാർത്ഥിക്കാൻ പക്ഷെ അങ്ങനെ പോകണമെന്നപ്പോ അപ്പൊ അബൂദർദാവ് പറയാണ് എന്ത്, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. അപ്പൊ ചോദിക്കുക എന്നുള്ളത് ഒരു ഹറാമായ സംഗതിയോ പറ്റ മോശപ്പെട്ട സംഗതിയാണെങ്കിൽ അബൂദർദാവ് മുതൽ രണ്ടാളും സാഹിബികളാണല്ലോ, എന്ത് ചെയ്യില്ല, ഇയാളോട് പ്രാർത്ഥിക്കാമെന്ന്. ഇത് മുസ്ലിം മുദ്രത്തെ ഹദീസാണ്. അപ്പോ ചോദിക്കാം, പക്ഷെ പതിവാക്കുന്ന ഏതായാലും ശരിയല്ല, അല്ലാത്ത തന്നെ ഒഴിവാക്കലാണ് ഖൈറ്. സ്വയം പ്രാർത്ഥിക്കുക. റുഖിയന്റെയിലും സ്വയം ചെയ്യലാണ് ഏറ്റവും നല്ലത്. വേറൊരാൾ ചോദിക്കുന്നതിന് കുഴപ്പമില്ല, സ്വയം ചെയ്യുന്നതാണ് അഫ്ളൽ എന്ന് എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞു കാണാം. എന്നാൽ വേറൊരാൾ ചോദിക്കുന്നത് എന്തല്ല കുഴപ്പമില്ല. ഏത് അല്ല, അത് മറ്റേ ഈ മുസ്ലിങ്ങളെ കൂടാതെ അവിടെ എന്താണ് ഐയസ്തർഖൂ എന്ന് പറയുന്നത്, ലാ യസ്തർഖൂൻ എന്ന് പറയുന്നത്. മറ്റുള്ളവരോട് മന്ത്രിക്കാൻ ആവശ്യപ്പെടാത്തവരാണ്. മന്ത്രിക്കാത്തവന്നല്ല, മന്ത്രിക്കാൻ ആവശ്യപ്പെടൂല. അതിനർത്ഥം എന്താ, സ്വയം മന്ത്രിക്കാം. മറ്റുള്ളവരോട് ചോദിക്കുക, മന്ത്രിച്ചു തരണം എന്ന് ആവശ്യപ്പെടുന്നത് എന്താണ്, വിചാരണ കൂടാതെ സ്വർഗത്ത് പോകുന്ന ആളുകളൊത്ത് പെടൂല എന്നങ്ങനെ ചോദിച്ചാൽ.
അങ്ങനെ പറഞ്ഞൂടാന്നല്ല, പറഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷെ പറയാതെക്കലാണ് അഫ്ളൽ. അതുകൊണ്ടാണ് ഈ ആളുകളുടെ വിചാരണ കൂടാതെ സ്വർഗത്തിൽ പോകുന്ന ആളുകളുടെ 4 ഗുണം പറഞ്ഞു കൊടുത്ത് ലാ യസ്തർഖൂൻ, അവർ മറ്റുള്ളവരോട് മന്ത്രിക്കാൻ ആവശ്യപ്പെടുകയില്ല എന്ന് പറയുന്നത്. സ്വയം മന്ത്രിക്കും. മന്ത്രം വേണ്ടതല്ലേ, നമ്മളെ ചങ്ങായിമാര് തെളിവാക്കണത് മന്ത്രമില്ല എന്നറിയാനാണ്. ഈ പദവിയിൽ നിന്ന് പോവും. വിചാരണ കൂടാതെ സ്വർഗത്ത് പോകുന്ന കൂടുതൽ പെടൂല. പക്ഷെ പക്ഷെ അവിടെ ഉണ്ട്, അതേ അതീതിലുണ്ട്. അപ്പൊ അതാ പറഞ്ഞത്, ചോദിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, ഹറാമായ സംഗതിയല്ല. പക്ഷേ അഫ്ളൽ അതാണ്, വിചാരണ കൂടാതെ സ്വർഗത്ത് പോണ കൊടുത്ത് പണെങ്കിൽ വേറൊരാൾ ചോദിക്കാൻ സ്വയം മന്ത്രിക്കുക. അത്രേ ഉള്ളൂ. അപ്പൊ ഏറ്റവും അഫ്ളൽ അതാണ്. അപ്പൊ ഇനി സ്വയം ചെയ്യാൻ കഴിയാത്ത ഒരാൾക്ക്, ഒരുത്തർ സ്വയം ചെയ്യാൻ കഴിയില്ല, അതിനുള്ളൊരു അവസ്ഥയിലല്ല, അവനങ്ങനെ ബുദ്ധിപരമായിട്ടോ എന്തൊക്കെ താരാന്ന് ചോദിക്കാം. ഓരല്ലേ ചോദിക്കുന്നത്, വേറെ ആളെ കൊണ്ടുപോകണം. അപ്പൊ വേറെ ആൾ കൊണ്ടാൽ അതിന് കുഴപ്പമില്ല, വേറെ ആൾ കൊണ്ടിട്ട് ആള് ആവശ്യപ്പെട്ട് കുഴപ്പമില്ല, ഇവരെല്ലാം ആവശ്യപ്പെടുന്നത് ഇല്ലേ? അപ്പൊ ഏതിലങ്ങനെ തന്നെ ഒരു സംഗതി അതുമല്ല, കോട്ടപ്പുറത്തുനിന്ന് അല്ലെ കുതിരപ്പുറത്തുനിന്ന് വടി വീണാ പോലെ ചോദിക്കണല്ലേ, ചോദിക്കാക്കലാണ് അവനവന്റെ സ്വയം. അപ്പൊ ഒന്നാതാണ് നേരത്തെ പറഞ്ഞ വിഷയത്തിൽ. രണ്ടാമത്തത് ഇവിടെ ഈ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ഏത് സംഭവം? ഇബ്രാഹിം നബി സ്വലാത്തു വസ്സലാമിന്റെ ഇബ്രാഹിം നബി ജിബ്രീൽ വന്നിട്ട് പറഞ്ഞു തന്നെ വിഷയം. ഈ വിഷയം, ഈ റിപ്പോർട്ട് ശരിയല്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഒന്ന്, ഇബ്നു ജരീർ തബരി തഫ്സീറിൽ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. അതിന് ഇതിനെക്കുറിച്ച് തഹ്ഖീഖ് നടത്തിയിട്ടുള്ള ആളുകൾ പറയുന്നത്, ഇവിടെ മുഅ്തമിർ ഇബ്നു സുലൈമാൻ എന്ന് പറയുന്ന ഒരാൾ ഇതിന്റെ പരമ്പരയിലുണ്ട്. ഈ മുഅ്തമിറിൽ നിന്ന് കേട്ട ആളുകൾ ആര് എന്നുള്ളതിൽ അവിടെ വസനദുഹു ഫീഹി ജഹാല, അതിന്റെ സനദിൽ എന്തുണ്ട്? ജഹാലത്ത് പറഞ്ഞാൽ അറിയപ്പെടായ്മയുണ്ട്. സംശയമല്ല, ആളറിയാത്ത റിപ്പോർട്ടർമാർ എന്റെ പരമ്പരയിലുണ്ട്. പേര് പറഞ്ഞിട്ടുണ്ടോ, പക്ഷെ ആ ആളെന്തല്ല, വ്യക്തല്ല, ആരാണ് എന്ന് ക്ലിയർ ആയിട്ടില്ല, മജ്ഹൂലായ ആളുടെ അർത്ഥം. അപ്പൊ അങ്ങനത്തെ പരമ്പര വന്നാൽ എന്ത് ചെയ്യാൻ പാടില്ല, അത് സ്വീകരിക്കാൻ പാടില്ല. എന്നിട്ട് ഇവിടെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, ഖാല ജാ ജിബ്രീൽ ഇലാ ഇബ്രാഹിം അലൈഹിസ്സലാം വഹുവ യുൽഖാ ഫിന്നാർ. തീയിലേക്ക് എറിയപ്പെടുന്ന സന്ദർഭത്തിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കൽ വന്നു. ഖാല, എന്നിട്ട് പറഞ്ഞു, യാ ഇബ്രാഹിം അലക ഹാജ, ഇബ്രാഹിമെ നിനക്ക് വല്ല ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. ഖാല അമ്മ ഇലൈക ഫല, നിന്നിലേക്ക് എനിക്കൊരു ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്റെ സനദിൽ എന്താണ്? മജ്ഹൂലായ ആളുകളുണ്ട് എന്നാണ് പറയുന്നത്. മാത്രമല്ല, യൽഹറു അന്നഹു മിനൽ ഇസ്രായേലിയാത്ത്, ഈ റിപ്പോർട്ട് ഇസ്രായേലിയാത്തിൽ പെട്ടതാണ്. ഇസ്രായേലിയത്ത് എന്നാൽ യാതൊരു അടിസ്ഥാനമില്ലാത്ത ഇസ്രായേൽ കടന്നുകൂടിയതാണ്. അപ്പൊ നബിയോ സാഹബത്ത് നബി പറഞ്ഞതല്ല, പിന്നെന്താണ്? ജൂത ക്രിസ്ത്യാനികളുടെ കഥയിൽ നിന്ന് കേറിക്കൂടിയ സംഭവമാണ്. അത് ഇബ്രാഹിം നബി ജിബിലിനെ കുറിച്ച് പറഞ്ഞതാണ്. സൂറത്തുൽ നജ്മിന്റെ ആദ്യ ഭാഗത്ത് മിഅ്റാജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നു. ആ കൊടുത്ത് പറഞ്ഞാണ് ശദീദുൽ ഖുവ ദൂ മിറത്തിൻ ഫസ്തവ എന്നിട്ടവിടെ ആ ആദ്യ ഭാഗത്ത് 5 മുതൽ 13 വരെ മറ്റുള്ള ആയത്തുകളിൽ മിഅ്റാജിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ കൂട്ടത്തിലാണ് പറയുന്നത്. കാരണം അവിടെ എന്താ, ജിബ്രീലിനെ കൊണ്ടുപോകുന്നതാരാ? അല്ല, നബിനെ കൊണ്ടുവന്നത് ജിബ്രീലാണ്. പിന്നെ അവിടെ പോയിട്ടുള്ള സംസാരങ്ങളും കാര്യം, അതുപോലെ ജിബ്രീലിനെ ശരിയായ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടത് രണ്ട് സമയം. ഒന്ന് മിറാജിന്റെ സമയത്താണ്. ആ സംഭവങ്ങൾ പറഞ്ഞ കൂട്ടത്തിലാണ് ശദീദുൽ ഖുവ ദൂ മിറത്തിൻ എന്ന് പറഞ്ഞ വിശദീകരിക്കുന്നത്. പിന്നെ അപ്പൊ ഒന്ന് തൊബരിന്റെ റിപ്പോർട്ട്, രണ്ടാമത്തത് ബഗവിന്റെ റിപ്പോർട്ട്. ബഗവിന്റെ തഫ്സീറിൽ, ആ തഫ്സീറിൽ കൊടുക്കുന്നത് വറൂവിയ,
അൻ ഉബയ്യ് ബിൻ കഅബിൻ അന്ന ഇബ്രാഹിമ. അതാണ് റുവിയ എന്ന് കൊടുത്താൽ തന്നെ എന്തായി? റവാ എന്ന് കൊടുക്കും. റിപ്പോർട്ട് ചെയ്തു, ഇന്ന ആള് റിപ്പോർട്ട് ചെയ്യുന്നു. റുവിയ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയപ്പെടുന്നു ഇതല്ലേ, അതാണ് മജ്ഹൂലായിട്ടാ. റുവിയ ഉദ്ധരിക്കപ്പെടുന്നു, ആരുന്നില്ല. അപ്പൊ അങ്ങനെ റുവിയ എന്ന് ഉപയോഗിക്കൽ സനദിന് തകരാറുള്ള, അങ്ങനെ പറയപ്പെടുന്നുണ്ട്. സ്വീകാര്യയോഗ്യമല്ല എന്ന് സൂചിപ്പിക്കാനാണ് എന്ത് റുവിയ എന്ന് ഉപയോഗിക്കൽ. അങ്ങനെയാണ് ബഗവി തഫ്സീർ റിപ്പോർട്ട് ചെയ്തത്. റുവിയ അൻ ഉബയ്യ് ബിൻ കഅബിൻ അന്ന ഇബ്രാഹിമ ഹീന ഔസഖൂഹു ലിയുൽഖൂഹു ഫിന്നാർ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക റബ്ബിൽ ആലമീൻ ലക്കൽ ഹംദു വലക്കൽ ഹംദു ലാ ശരീക ലക് എന്ന പ്രാർത്ഥന ഇബ്രാഹിം നബി അപ്പ ചൊല്ലി. സുമ്മ റബൗ ബിഹി ഫിൽ മിൻജനീഖ് ഇലന്നാർ. ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മിൻജനീഖ് കൊണ്ട് തീയിലേക്ക് അവരെറിഞ്ഞു. മിൻജനീഖ് എന്ന് പറഞ്ഞാൽ എന്താ? മലയാളത്തിലെ വരെ തെറ്റാലി യന്ത്രം എന്നോ എന്താ പറയില്ല, നമുക്ക് അറിയില്ല. പണ്ട് കാലത്ത് മറ്റേ ഈ പിന്നെ എന്തൊരു ചങ്ങലെ എന്തോ സാധനം കെട്ടി വലിച്ചിട്ട് ബോംബ് പോലത്തെ അതിന് പകരം എന്താണ് ഈ എറിയാൻ സാധനങ്ങൾ ശത്രുക്കളേക്ക് നീട്ടി എറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് തെറ്റാലി യന്ത്രം. അതിനാണ് മിഞ്ചനിക്ക് അറിയാം. അപ്പൊ അങ്ങനെ എന്ത് ചെയ്തു? ഇബ്രാഹിം നബിനെ തീയിലേക്ക് അങ്ങോട്ട് എറിഞ്ഞു. വസ്തഖ്ബലഹു ജിബ്രീൽ. അപ്പൊ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം നബി സ്വലാത്തു വസ്സലാമിനെ സ്വീകരിച്ചു. നേരത്തെ പറഞ്ഞല്ലോ, എഴുത്തറലഹു ലഹു ഫിൽ ഹവാ എന്നല്ലേ. ഫഖാല യാ ഇബ്രാഹിം ലക ഹാജ ഫഖാല അമ്മാ ഇലൈക ഫല എന്ന് പറഞ്ഞു. ഇനി മുകളിൽ പറഞ്ഞതിന്റെ കുറച്ചുകൂടി കൂടുതലായിട്ട് ബഗവിന്റെ റിപ്പോർട്ടിലുണ്ട്. എന്താ? ഖാല ജിബ്രീൽ. അപ്പൊ ജിബ്രീൽ ഇബ്രാഹിം നബിയോട് പറഞ്ഞു, ഫസൽ റബ്ബക്, നിന്റെ റബ്ബിനോട് ചോദിച്ചോ. നിന്റെ ആവശ്യമൊന്നുമില്ല എങ്കിൽ ഫസൽ റബ്ബക്, ആരോട് ചോദിച്ചോ? നീ അള്ളാഹിനോട് ചോദിച്ചോ. ഫഖാല ഇബ്രാഹിം. അപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു അത്രേ, ഹസ്ബി മൻ സുആലി അലിമഹു ബിഹാലി. എനിക്ക് മതി ഒരുത്തൻ. ആരാണവൻ? എന്റെ സുആൽ, എന്റെ ആവശ്യം, എന്റെ ചോദ്യം, എന്റെ ഈ അവസ്ഥ കൊണ്ട് തന്നെ മനസ്സിലാക്കിയവനാരോ അവൻ മതി എനിക്ക്. എന്നാ ഈ തീയിലേക്ക് ഞാൻ പ്രിയപ്പെടാൻ പോവുകയാണ്. എന്റെ ഈ അവസ്ഥയിൽ നിന്ന് എന്റെ സുആൽ എന്താണ്, എന്റെ ആവശ്യം എന്താണ്, എന്റെ ചോദ്യം എന്തായിരിക്കും എന്നാർക്കറിയുമോ അവൻ മതി എനിക്ക്. എന്ന് പറഞ്ഞാൽ ആരുദ്ദേശിച്ചിട്ടാ? അല്ല മതി എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ചോദിക്കേണ്ടതില്ല. സൽ റബ്ബക് എന്നല്ലോ ജിബ്രീൽ പറയാൻ, നീ എന്റെ റബ്ബിനോട് ചോദിച്ചോ. അപ്പൊ ഇബ്രാഹിം നബി പറയാണ്, ഞാൻ ചോദിക്കേണ്ടിയില്ല, നിന്റെ ചോദ്യം എന്താന്നുള്ള ആർക്കറിയാം? അള്ളാഹ്ക്കറിയാം. ആ അല്ല മതി എനിക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കാതെ തന്നെ, ഞാൻ ചോദിക്കുന്നില്ല എന്ന് ഇബ്രാഹിം നബി പറഞ്ഞത് കിട്ടുക. ഇതാണ് ബഗവിന്റെ റിപ്പോർട്ടിൽ. നേരത്തെ പറഞ്ഞത് തബരീന്റെ റിപ്പോർട്ടാണ്. അപ്പൊ തബരീന്റെ റിപ്പോർട്ടിൽ എന്തുണ്ട്? മജ്ഹൂലായ ആളുണ്ട് എന്ന് പറഞ്ഞു. ഇവിടെ ഈ ബഗവിന്റെ റിപ്പോർട്ടിനെ കുറിച്ച് എന്നിട്ട് ഇവിടെ പിന്നെ ചില നിരൂപണങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ പറയാൻ കാരണം വെച്ചാൽ ഇത് സാധാരണ ഖുറാഫികൾ പണ്ട് മറ്റേ അമീദ് വൈസി അമ്പലക്കടവിന്റെ എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നോ ആ പേരിൽ എന്തോ ഒരു തൗഹീദ് എന്നോ എന്നിട്ടൊരു CD മുംബൈയിൽ ഒരു ഭാഗം ഞാൻ കേട്ടിരുന്നു. ആ കേട്ടയിൽ ഈ സംഭവം പറയുന്നുണ്ട്. എന്നിട്ട് എന്താണ് ചോദിക്കുന്നത് പോലും എന്താണ് പൂർണ്ണതക്കെതിരാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ദുആ ചെയ്യാത്ത ആളാണ് ഇബ്രാഹിം നബി. ആരോട് ചോദിക്കുക? അള്ളാഹിനോട് ചോദിക്കുന്നത് പോലും. അപ്പൊ ഇബ്രാഹിം നബിന്റെ മഹത്വമാക്കിയിട്ടാ പറയണ്ടേ ഈ സംഭവം വെച്ചിട്ട്. ശരിക്കും അങ്ങനെ പറയാൻ പാടില്ല. ഈ സംഭവം തെറ്റാണ്. അപ്പൊ ഒന്ന് പരമ്പരയിൽ കുഴപ്പമുണ്ട്, മാത്രമല്ല ഇത് എന്താണ് ഒന്നാമത്തെ കാര്യം ഖിലാഫ് മാ ദക്കറഹുല്ലാഹു അൻ ഇബ്രാഹിം അൽ ഖലീൽ വഗൈരിഹി മിനൽ അംബിയാ മിൻ ദുആഹിം ലില്ലാഹി വമസ്അലതിഹിം ഇയ്യാഹു. ഇപ്പോഴെന്താ ഞാൻ ചോദിച്ചോന്ന് പറഞ്ഞപ്പോ ഇബ്രാഹിം നബിയോട് നീ ചോദിച്ചോ, അള്ളാഹിനോട് ചോദിച്ചോന്ന് പറഞ്ഞപ്പോ ഇബ്രാഹിം നബി പറയണ എന്ത്? ചോദിക്കാതെ തന്നെ എന്റെ സ്ഥിതി ആർക്കറിയാം? അള്ളാഹ്ക്കറിയാം. ആ അള്ള മതി എനിക്ക് എന്നാണ് ഞാൻ ചോദിക്കില്ല എന്നാണ് പറഞ്ഞതിനർത്ഥം. ഇത് ഖുർആനിൽ അതിന് വിരുദ്ധമാണ്. കാരണം എന്താ? ഇബ്രാഹിം നബി അള്ളാഹിനോട് പ്രാർത്ഥിച്ച എമ്പാടും പ്രാർത്ഥനകൾ ഇബ്രാഹിം നബിന്റേതായിട്ടും പ്രവാചകന്മാരുടേതായിട്ടും എവിടെ ഉണ്ട്? ഖുർആനിലുണ്ട്. അപ്പൊ ഖുർആനിൽ വന്ന ഈ ആയത്തുകൾക്ക് വിരുദ്ധമാണ് ഈ പറഞ്ഞ സംഭവം. രണ്ടാമത്തേത് വഹുവ ഖിലാഫു മാ അമറല്ലാഹു ബിഹി ഇബാദഹു മിൻ സുആലിഹിം ലഹു സ്വലാഹദ് ദുനിയ വൽ ആഖിറ ഖൗലിഹിം റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന ഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. പ്രവാചകന്മാരെ കുറിച്ചും അത് സത്യവിശ്വാസികളെ കുറിച്ചും അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ദുനിയാവിലും ആഖിറത്തിലും നന്മ കിട്ടുന്ന കാര്യം ആരോട് ചോദിക്കണം? അള്ളാഹുവിനോട് ചോദിക്കണം എന്നാര് കൽപ്പിച്ചതാ? അള്ളാഹ് കൽപ്പിച്ചതാണ്. അപ്പൊ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഒരു ആവശ്യമുണ്ട്. ആ ആവശ്യം ആരോട് ചോദിക്കണം? അള്ളാഹുവിനോട് ചോദിക്കണം എന്ന് അള്ളാഹിന്റെ കൽപ്പനയാണ്. അങ്ങനെ കൽപ്പന ഉണ്ടായിരിക്കെ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യില്ല? ചോദിക്കാതിരിക്കില്ല, കണ്ടു തന്നോട്ടെ എന്ന് ഇബ്രാഹിം നബി വിചാരിക്കൂല. അപ്പൊ ആ കൽപ്പനക്കും എതിരാണ് ചോദിക്കുന്നില്ല എന്ന ഈ റിപ്പോർട്ട്.
വസുആലുഹു വത്തവക്കുലു അലൈഹി ഇബാദത്തുൽ ലില്ലാഹി മശ്റൂഅ. അള്ളാഹുവിനോട് ചോദിക്കുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അള്ളാഹുവിൽ തവക്കുലാക്കുക എന്നൊക്കെ പറയുന്നത് എന്താണ്? അള്ളാഹുവിനുള്ള ഇബാദത്താണ്. അത് പല കാരണങ്ങൾ കൊണ്ട് അള്ളാഹു നിയമമാക്കിയതുമാണ്. അപ്പൊ അങ്ങനെ ഉണ്ടായിരിക്കെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചില്ല, പ്രാർത്ഥിച്ചില്ല എന്ന് പറയുന്നതും ശരിയല്ല. അപ്പൊ ഈ പറഞ്ഞ 3 കാരണങ്ങളാൽ എന്താണ് ഈ റിപ്പോർട്ട് സ്വീകാര്യയോഗ്യമല്ല. ഇനി ഇതിൽ പറഞ്ഞ ആദ്യം പറഞ്ഞ റിപ്പോർട്ടുണ്ടല്ലോ, ഇത് തൊബരിന്റെ റിപ്പോർട്ടിലുള്ള ഭാഗം, അതിലെന്തില്ല? ഞാൻ ചോദിക്കില്ല, അല്ലെങ്കിൽ ജിബ്രീൽ ചോദിച്ചോളാൻ പറഞ്ഞതും, എന്റെ സ്ഥിതി കണ്ടിട്ട് അള്ള തന്നോട്ടെ, അല്ലെങ്കിൽ അള്ള അങ്ങനത്തെ അള്ള മതി എനിക്ക് എന്ന് പറഞ്ഞതും എന്താണ്? ആ ഭാഗം ഒഴിച്ച് ആദ്യം പറഞ്ഞ ഭാഗം, ഏത് ഭാഗം? ജിബ്രീൽ സഹായം വേണോന്ന് ചോദിച്ചപ്പോ എന്റെ സഹായം എനിക്ക് ആവശ്യമല്ല എന്ന് പറഞ്ഞത് ഇബ്നു തൈമിയ അതിനെക്കുറിച്ച് പറയാണ്, അവ്വലു ഹാദൽ ഹദീസി മഅറൂഫുൻ വഹുവ ഖൗലുഹു അമ്മാ ഇലൈക ഫല. ആദ്യ ഭാഗം നേരത്തെ പറഞ്ഞ തൊബരിന്റെ റിപ്പോർട്ടിൽ വന്നത് ജിബ്രീലിന്റെ സഹായം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞത് എന്താ? അത് ശരിയാണ്, അത് മഅറൂഫാണ്. വഅമ്മാ ഖൗലുഹു ഹസ്ബി മൻ സുആലി എന്ന് പറയുന്നത് ഫകലാമുൻ ബാത്തിലുൻ, ഇത് ബാത്തിലായ വാചകമാകുന്നു. ഇത് ആദ്യ ഭാഗം ശരിയാണ് എന്നതിലാണ്. എന്നിട്ട് ഈ 3 കാരണങ്ങളാണ് ഇബ്നു തൈമിയ ഉദ്ധരിക്കുന്നത്, നേരത്തെ പറഞ്ഞ 3 കാരണങ്ങൾ. ഇനി ഷെയ്ഖ് അൽബാനി ഈ സംഭവം എന്നിട്ട് പറയാണ് ലാ അസ്ലലഹു, ഇതിനൊരു അസ്ലുമില്ല. അസ്ലില്ലാതെ എന്താ? ലൈഫാണെന്നല്ലേ, പിന്നെന്താണ്? മൗലൂ ആണ്. ലൈഫ് മൗലൂ തമ്മിൽ എന്താ വ്യത്യാസം? ലൈഫിന് അസ്ലുണ്ടാവും, ഇന്നാള് പറഞ്ഞു പരമ്പരൊക്കെ ഉണ്ടാവും. പരമ്പരക്ക് എന്തെങ്കിലും തകരാറുണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാകാം, മത്തിൽ തകരാറുകൾ ഉണ്ടാകാം. അപ്പൊ അതിന് അസ്ലുണ്ട് എന്ന് പറയാം. എന്നാൽ അസ്ലില്ലാത്തതിനാണ് എന്ത് പറയാ? മൗലൂ എന്നറിയാം. ആരോ കെട്ടിണ്ടാക്കിയത്, ആര് കെട്ടിണ്ടാക്കിയത് പോലും അറിയാത്തത്, ഒരടിസ്ഥാനവും ഇല്ലാത്തത്, അതാണ് മൗലൂ. പറവല. അപ്പൊ ലൈഫിനേക്കാൾ അപകടമാണ് എന്ത്? മൗലൂ. അപ്പൊ ഇത് ലാ അസ്ലലഹു, ഒരു അസ്ലും ഇല്ലാത്തതാണ്. എന്നിട്ട് പറയാണ് ثم قال وبالجملة فهذا الكلام المعزو لإبراهيم عليه السلام لا يصدر عن مسلم يعرف منزلة الدعاء في الإسلام فكيف يقوله من سمانا المسلمين. ഒരു സാധാരണക്കാരനായ മുസ്ലിമിൽ നിന്ന് പോലും പ്രാർത്ഥനയെക്കുറിച്ച് അറിയുന്ന സാധാരണക്കാരനായ ഒരു മുസ്ലിമിൽ നിന്ന് പോലും ഇങ്ങനെ വാചകം ഉണ്ടാവില്ല. പിന്നെ എങ്ങനെ ഇബ്രാഹിം നബി ഇത് ഉണ്ടാകുകയാണ്? ഏത് ഈ പറഞ്ഞ വാചകം? അപ്പോ ഒന്ന് ഇസ്രായേലിയാത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഷെയ്ഖ് അൽബാനി ലൈഫിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇബ്നു തൈമിയ ആദ്യ ഭാഗം മഅറൂഫായതാണ്, എന്നാൽ അവസാനത്തേത് 3 കാരണങ്ങൾ കൊണ്ട് തെറ്റാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താ ഈ സംഭവം എന്തല്ല? സ്വീകാര്യയോഗ്യമല്ല. ഇനി ആണെന്ന് വന്നാൽ തന്നെ ഇവിടെ ഷെയ്ഖ് മറുപടി എന്തിനാ? ഖുറാഫി പറയുന്ന ഇസ്തിഗാസ കയ്യിൽ തെളിവില്ല. ഇത് ഏതുപോലെയുള്ളൂ? ശരിയാണെന്ന് വന്നാൽ തന്നെ ഒരു പൈസക്കാരന് നേരത്തെ പറഞ്ഞ ഉദാഹരണല്ലേ, അത്രയുള്ളൂ. ولنختم الكلام بمسألة عظيمة مهمة تفهم مما تقدم ولكن نفرد لها الكلام ولكثرة الغلظ എന്നാണ് അതിലുള്ളത്. ഗിലളാണ് വേണ്ടത് എനിക്ക് തോന്നുന്നത്, ഗിലത്ത് ഗിലാൽ. ولكثرة الغلظ فيها فنقول, അതിൽ വായിച്ചു തീർത്താളല്ലേ. ولنختم الكلام, നമ്മുടെ സംസാരം അവസാനിപ്പിക്കട്ടെ. ഖതമ എന്നാൽ ഖിതാം, ഖത്മിയ്യൻ, അവസാനിപ്പിക്കട്ടെ. ആര്? ഷെയ്ഖ് പറയാൻ. ഇവിടെ തുടങ്ങി സംശയങ്ങളൊക്കെ പറഞ്ഞു തീർത്തു. ഇനി അത് വായിച്ചില്ലല്ലേ. ഫഅൈന ഹാദാ മിൻ ഇസ്തിഗാസത്തിൽ ഇബാദി വശിർകി ലൗ കാനൂ യഫ്ഖഹൂൻ. ഫഅൈന ഹാദാ, ഈ സംഭവം എവിടെ കിടക്കുന്നു? മിൻ ഇസ്തിഗാസത്തിൽ ഇബാദ, ആരാധന ഇബാദത്ത് ഉൾക്കൊള്ളുന്ന ഇസ്തിഗാസയിൽ നിന്ന് ഈ കാര്യം അവിടെ കിടക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ഖുറാഫിദ് എന്തിനാ തെളിവാക്കുന്നത്? ദുആ ഉൾക്കൊള്ളുന്ന ഇസ്തിഗാസ അല്ലാഹു അല്ലാത്തവരോട് നടത്താം എന്നതിനാണ് തെളിവാക്കുന്നത്. എന്നാൽ ഫഅൈന ഹാദാ, ഈ സംഭവം എവിടെ കിടക്കുന്നു? മിൻ ഇസ്തിഗാസത്തിൽ ഇബാദത്തി, ഇബാദത്തുള്ള ദുആ ഉള്ള ഇസ്തിഗാസയിൽ നിന്ന് ഇത് അവിടെ കിടക്കുന്നു. എന്നാൽ രണ്ടു തമ്മിൽ ബന്ധമില്ല. വശിർക്കി, അതുപോലെ തന്നെ ഷിർക്ക് ഉൾക്കൊള്ളുന്ന ഇസ്തിഗാസയിൽ നിന്നും. ലൗ കാനൂ യഫ്ഖഹൂൻ, ഈ ചങ്ങായിമാർക്ക് മനസ്സിലായിരുന്നെങ്കിൽ. മനസ്സിലാവില്ല, നേരത്തെ പറഞ്ഞല്ലോ. മനസ്സിലാവില്ല, ഇങ്ങോട്ട് മനസ്സിലാകില്ല. മനസ്സിലായിട്ടില്ല, ഇനി മനസ്സിലാവില്ല, നേരത്തെ പറഞ്ഞു. വല്ലഖ്തിം അൽ കലാമ ബിമസ്അലത്തിൻ അളീമത്തിൻ മുഹിമ്മ, നമ്മൾ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബിമസ്അലത്തിൻ അളീമത്തിൻ മുഹിമ്മത്തിൻ, വലിയ
സുപ്രധാനമായ മുഹിം എന്ന് പറഞ്ഞാൽ മുഹിമ്മ സുപ്രധാനമായ ഒരു വിഷയം പറഞ്ഞുകൊണ്ട് തുഫ്ഹമു ആ വിഷയം നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും മിമ്മ തഖദ്ദമ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ നിന്ന് വലാകിൻ നുഫ്രിദു ലഹ ഇനി പറയാൻ പോകുന്ന കാര്യം നേരത്തെ പറഞ്ഞെന്ന് മനസ്സിലാവുന്ന വിഷയം എന്നല്ല അർത്ഥം. മനസ്സിലെ ബിമസ്അലത്തിൻ അദീമത്തിൻ മുഹിമ്മത്തിൻ തുഫ്ഹമു മിമ്മ തഖദ്ദമ നേരത്തെ നമ്മൾ പറഞ്ഞ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വിഷയം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ സംസാരം നിർത്തുന്നു. വലാകിൻ നേരത്തെ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാകുന്നതാണെങ്കിലും നുഫ്രിദു ലഹ ഇതിന് നാം പ്രത്യേകമാക്കുകയാണ് അൽ കലാമ സംസാരത്തെ. ഇവിടുത്തെ നേരത്തെ പറഞ്ഞതിൽ നിന്ന് ഇനി പറയാൻ പോകുന്ന കാര്യം മനസ്സിലാക്കാം, പുതിയതൊന്നല്ല. പക്ഷേ ഇവിടെ നമ്മൾ പ്രത്യേകമായി പറയാം അഫ്രദനാൽ തനിച്ചാക്കുക, സ്വന്തമാക്കുക. വലാകിൻ നുഫ്രിദു ലഹ ഈ വിഷയത്തിന് വേണ്ടി നമ്മൾ ഒറ്റക്കാക്കുകയാണ് അൽ കലാമ സംസാരത്തെ എന്നാൽ വേറെ പ്രത്യേകമായി പറയുകയാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? ലിഇളമി ശഅനിഹ ഈ കാര്യത്തിന്റെ മഹത്വം കാരണത്താൽ. വലികസറത്തിൽ ഗിലദി ഫീഹ ഗലീദ് എന്താ? പരുത്തത്. ഗിലദ് എന്നാൽ പാരുഷ്യം. വലികസറത്തിൽ ഗിലദി ഫീഹ ഈ വിഷയത്തിലുള്ള പരുഷത കാരണത്താൽ എന്നാൽ പരുഷമായി ഖുർആനും ഹദീസും ഒക്കെ സംസാരിച്ചതുകൊണ്ടും. അപ്പൊ ഭയങ്കരമായൊരു വിഷയമാണ്, വളരെ പരുഷമായി ഖുർആനും ഹദീസും പറഞ്ഞതാണ് എന്നതുകൊണ്ട് ഈ വിഷയം സ്വന്തമായി നമ്മൾ പറയുന്നു. ഫനഖൂൽ അപ്പോൾ നമ്മൾ പറയട്ടെ ലാ ഖിലാഫ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല അന്ന തൗഹീദ തൗഹീദ് എന്നത് ലാ ബുദ്ദ അൻ യകൂന ബിൽ ഖൽബി വൽ ലിസാനി വൽ അമൽ തൗഹീദ് എന്നത് അത് ഉണ്ടാകൽ അനിവാര്യമാണ്. ബിൽ ഖൽബി ഹൃദയം കൊണ്ടുണ്ടാകണം, വൽ ലിസാനി നാവ് കൊണ്ടുണ്ടാകണം, വൽ അമലി പ്രവർത്തനം കൊണ്ടുണ്ടാകണം എന്ന് പറഞ്ഞാൽ ഇത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസമാണ്. എന്ത് വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഅ്തിഖാദ് അല്ലെങ്കിൽ ഈമാൻ തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒരു വാക്കിൽ മതിയോ, മനസ്സിൽ മതിയോ, അല്ലെങ്കിൽ പ്രവർത്തനത്തിൽ മതിയോ, അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ടെണ്ണണ്ടായ മതിയോ? ഒന്നും ഒഴിവാക്കാൻ പറ്റുമോ? പറ്റൂല. എന്തു വേണം? മൂന്നും വേണം. അതായത് മനസ്സുകൊണ്ട് നമ്മൾ സാധാരണ പറയണ്ടല്ലോ ഇഅ്തിഖാദും ബിൽ ഖൽബ് വനുത്ഖും ബിൽ ലിസാൻ വഅമലും ബിൽ ജവാരിഹ്. ഇതാണ് അഖീദ ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്ന വിഷയം. മനസ്സുകൊണ്ട് അവൻ വിശ്വസിക്കണം. ആ വിശ്വസിക്കണമെങ്കിൽ എന്ത് വേണം? ഇൽമ് വേണം. ഇൽമിന്റെ അടിസ്ഥാനത്തിൽ, അറിവിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിൽ വിശ്വാസം ഉണ്ടാകണം. അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും ആരാധിക്കാൻ പാടില്ല. അത് അവന്റെ നാവിലൂടെ അവൻ എന്ത് ചെയ്യണം? പറയണം. അതാണ് എന്ത്? സാക്ഷ്യം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത്. പിന്നെ ഇത് രണ്ടും ഉണ്ടായി. അത് മനസ്സുകൊണ്ട് അംഗീകരിച്ച് ഉള്ളോട് പറയും ചെയ്ത് എന്നിട്ട് അതിനെതിരിൽ ശിർക്കായ കാര്യം ചെയ്താലോ തൗഹീദ് ഉണ്ടാവോ? ഈമാൻ ഉണ്ടോ? ഇഅ്തിഖാദ് ഉണ്ടോ? ഇല്ല. അപ്പൊ അതാണ് ഈ പറഞ്ഞ മനസ്സുകൊണ്ട് മനസ്സിലാക്കിയ കാര്യം അവൻ പ്രവർത്തനത്തിലൂടെ കൊണ്ടുവരണം. എന്നാൽ അതിനെതിരായ പ്രവർത്തനം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ ഇത് മൂന്നും കൂടിച്ചേരുമ്പോഴേ ഒരുത്തൻ എന്താവുള്ളൂ? ഇഅ്തിഖാദുണ്ട്, വിശ്വാസമുണ്ട്, തൗഹീദുണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിൽ യാതൊരു തർക്കവുമില്ല. തർക്കമില്ലെന്ന് ആർക്കിടെ തർക്കമല്ല? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനിടെ തർക്കമല്ല, അല്ലാത്തവർക്ക് തർക്കമുണ്ട്. ഇത് അറിവ് മാത്രം ഉണ്ടായാൽ മതി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അറിവും പറയലും മാത്രം ഉണ്ടായാൽ മതി, പ്രവർത്തനം ഉണ്ടായിക്കൊള്ളുന്നില്ല. വിശ്വാസത്തിൽ പെട്ടതല്ല പ്രവൃത്തി. പ്രവർത്തിച്ചിട്ടില്ലെങ്കിലും എന്താവും? വിശ്വാസിയാവും. അതാണ് മുർജിയാക്കളുടെ വിശ്വാസം. മനസ്സിലായില്ലേ? അപ്പൊ അതൊക്കെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെതിരാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ ഇതിൽ തർക്കമല്ല. കൽബ് കൊണ്ടും ലിസാന് കൊണ്ടും അമല് കൊണ്ടും ഉണ്ടായിത്തീരണം. ഫഇൻ ഇഖ്തല്ല ശൈഉം മിൻ ഹാദാ ഇഖ്തല്ല എന്ന് പറഞ്ഞാൽ ഖലൽ സംഭവിക്കുക, തകരാറ് സംഭവിക്കുക, വിടവ് സംഭവിക്കുക. ഫഇൻ ഇഖ്തല്ല ശൈഉം മിൻ ഹാദാ ഇതിൽ നിന്ന് വല്ലതും വല്ല ഖലലും സംഭവിച്ചാൽ, വല്ല തകരാറ് സംഭവിച്ചാൽ, ഏതിൽ തകരാറ് സംഭവിച്ചാൽ? ഈ മൂന്നെണ്ണത്തിൽ ലം യകുനി റജുലു മുസ്ലിമൻ മൂന്നും വേണം. മൂന്നിൽ ഏതെങ്കിലും ഒന്നിന് വല്ല തകരാറും സംഭവിച്ചാൽ അയാൾ ആയിത്തീരുകയില്ല മുസ്ലിമൻ, മുസ്ലിം ആവുകയില്ല. എന്നിട്ട് പറയാൻ ഫൈൻ അറഫ തൗഹീദ ഒരുത്തൻ തൗഹീദ് മനസ്സിലാക്കി, വലം യഅമൽ ബിഹി അതനുസരിച്ച് അവൻ പ്രവർത്തിച്ചില്ല എങ്കിൽ ഫഹുവ കാഫിറുൻ അവൻ കാഫിറാണ്. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന ഇൽമു ഒരുത്തനുണ്ട്, ഓൻ അതനുസരിച്ച് പ്രവർത്തിച്ചില്ല എങ്കിലോ മുസ്ലിം ആകുമോ? ഇല്ല. കാരണം എന്താ? ഇൽമുണ്ട്, അമലില്ല. മുആനിദുൻ അവൻ കാഫിറുൻ മുആനിദുൻ എതിരാളിയായ, എതിര് പ്രവർത്തിക്കുന്ന ധിക്കാരിയായ കാഫിറാണ്. കുഫ്രി ഫിർഔൻ ഫിർഔനിന്റെ കുഫ്ർ പോലെ, വ ഇബ്ലീസ് ഇബ്ലീസിന്റെ കുഫ്ർ പോലെയും, വ അംസാലിഹിമ അവ രണ്ടുപേരുടെയും പോലെ. എന്ന് പറഞ്ഞാൽ എന്താ? ഫിർഔൻ അറിയാം ഞാനല്ല റബ്ബ്, ആർക്കാണ് ഇബാദത്ത് ചെയ്യേണ്ടത്? അള്ളാഹ്ക്കാണെന്ന് ഫിർഔൻ അറിയാം. പക്ഷേ അതുപോലെ തന്നെ മൂസാ നബി കൊണ്ടുവന്നത് സത്യമാണ് എന്നും ഫിർഔന് ബോധ്യപ്പെട്ടിട്ടുണ്ട്, അറിവുണ്ട്. പക്ഷെ എന്ത് ചെയ്തില്ല? പ്രവർത്തിച്ചില്ല. ഇബ്ലീസിനും അറിയാം എന്ത്? ഇബ്ലീസ് എല്ലാം കണ്ട ആളാണല്ലോ.
അപ്പോ ഇബ്ലീസിനും അറിയാം പടച്ചോനുണ്ട്, എല്ലാം ഇബ്ലീസ് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഇബ്ലീസ് അതനുസരിച്ച് പ്രവർത്തിച്ചില്ല. അപ്പൊ ഇൽമുണ്ടായത് കൊണ്ട് ഒരാൾ മുസ്ലിം ആകുകയാണെങ്കിൽ ഫിർഔൻ മുസ്ലിം ആകണം, ഇബ്ലീസ് മുസ്ലിം ആകണം. വഹാദാ യഗ്ലദു ഫീഹി കസീറുൻ മിനൻ നാസ് യഖൂലൂൻ, ഇതിലാണ് പല ആളുകളും എന്ത് ചെയ്യുന്നത്, യഗ്ലദു എന്നാണോ യഗ്ലത്തു എന്നാണോ, യഗ്ലത്തുവാണ്, അവിടെ പുള്ളി കൂടിപ്പോയതാ. വഹാദ ഇത് ഖലിദ യഗ്ലദ പറഞ്ഞാല് പരിശമാകുമെന്ന് അർത്ഥം. അപ്പൊ അവിടെ അർത്ഥം വെക്കൂല. ഇവിടെ ഖലത്താണ്. ഖലത്ത് എന്ന് പറഞ്ഞാല് പിഴവ്, തെറ്റ്. വഹാദ ഈ കാര്യത്തിൽ യഗ്ലതു ഫീഹി കസീറുൻ മിനൻ നാസി, മനുഷ്യരിൽ അധിക പേരും ഖലത്ത് പിഴവ് സംഭവിക്കുന്നു, പിഴവ് വരുത്തുന്നു. യഖൂലൂൻ ഏത് വിഷയത്തില്? ഇൽമു മാത്രം ഉണ്ടായാൽ മതി എന്ന കാര്യം. അത് മാത്രം പോലെ എന്ത് വേണം? അമലും വേണം. അല്ലെങ്കിൽ ഈ മൂന്നും കൂടി വരണം. മനുഷ്യരിൽ പല ആളുകളും പറയുന്നു അന്നഹാദ ഹക്കുൻ, ഈ പറഞ്ഞത് ശരിയാണ്, വനഹ്നു നഫ്ഹമു ഹാദ, അത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ? നമ്മൾ സാധാരണ നമ്മൾ പറഞ്ഞതാണ് അന്നഹാദ ഹക്കുൻ, അത് സംഗതി ശരി. വനഹ്നു നഫ്ഹം, നമ്മൾ മനസ്സിലാക്കുന്നു, ഹാദ ഈ കാര്യം. വനശ്ഹദു നമ്മൾ സാക്ഷ്യപ്പെടുത്തുന്നു, അന്നഹുൽ ഹഖു അത് ശരിയാണ് നമ്മൾ സാക്ഷ്യപ്പെടുത്തുന്നു. വലാകിന്ന ലാ നഖ്ദിറു അൻ നഫ്അലഹു, കണ്ടോ, ഓൻ അറിവുണ്ട്, ഇതൊക്കെ പറയും, നമ്മൾ സാക്ഷ്യപ്പെടുത്തുന്നു, നമുക്ക് അറിയാം, നമുക്ക് മനസ്സിലായിട്ടുണ്ടെന്നൊക്കെ പറയും. പക്ഷെ വലാകിന്ന എന്നാൽ നമ്മൾ ലാ നഖ്ദിർ നമുക്ക് കഴിയൂല അൻ നഫ്അലഹു, അത് പ്രവർത്തിക്കാൻ നമുക്ക് കഴിയും. നിങ്ങൾ പറഞ്ഞൊക്കെ ശരി, പക്ഷെ പ്രവർത്തിക്കാൻ നമുക്ക് കഴിയില്ല അല്ലെ? ഇപ്പൊ ചില ആൾക്കാർ പറഞ്ഞല്ലേ സക്കരിയ സലാഹി പറഞ്ഞതൊക്കെ സലഫിയത്താണ്, പക്ഷെ നമുക്ക് നടപ്പിലാക്കാൻ കഴിയില്ല. നേരത്തെ എന്നോട് പറഞ്ഞ ആൾക്കാരുണ്ട് സലാഹി പറഞ്ഞതൊക്കെ സലഫിയത്തൊക്കെ തന്നെ, പക്ഷെ നമുക്കത് ഇപ്പൊ നടപ്പിലാക്കാൻ അല്ല. അപ്പോ അറിവുണ്ട്, പക്ഷെ എന്താ പ്രവർത്തിക്കാൻ തയ്യാറല്ല. ഇവിടെ ഇതിനെ കുറിച്ചല്ല കേട്ടോ പറഞ്ഞ് അങ്ങോട്ട് ഇനി ഏതെങ്കിലും ചങ്ങായിമാർ കേട്ടിട്ട് വളച്ചൊടിക്കും. ഈ പറഞ്ഞത് ലായലാദിനെ കുറിച്ചാണ്, ഇവര് പറഞ്ഞ സലഫിയത്തിനെ കുറിച്ചാണ്. അറിവുണ്ട്, പക്ഷെ നടപ്പിലാക്കാൻ കഴിയില്ല, അത് വേറൊരു തരം. വലാ യജൂസു ഇൻ ദാഖിലി ബലദിന ഇല്ലാ മൻ വാഫഖഹു ഔ ഗൈറ ദാലിക മിനൽ അഅദാർ വലം യദ്രിൽ മിസ്കീനു അന്ന ഗാലിബ അയിമത്തിൽ കുഫ്രി യഅരിഫൂനൽ ഹഖ. വലാ യജൂസു ഇൻ ദാഖിലി ബലദിന, നമ്മുടെ നാട്ടുകാരുടെ അടുക്കൽ അനുവദനീയമാവുകയില്ല, എന്നാൽ ശരിയാവുകയില്ല, പറ്റുകയില്ല, ഇല്ലാമൻ വാഫഖഹും അവരോട് യോജിച്ചവരല്ലാതെ. നിങ്ങൾ പറഞ്ഞത് അംഗീകരിച്ചാൽ നമുക്ക് നാട്ടിൽ നിൽക്കാൻ കഴിയില്ല. നാട്ടില് വലാ യജൂസു ഇൻ ദാഖിലി ബലദിന, നമ്മുടെ നാട്ടുകാരുടെ അടുക്കൽ അനുവദനീയമാവുകയില്ല എന്നാ പറ്റൂല, ശരിയാവുകയില്ല, ഇല്ലാമൻ വാഫഖഹും നാട്ടുകാരോട് യോജിച്ചതല്ലാതെ. അപ്പൊ നാട്ടുകാരെന്താണോ ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മൾ നിൽക്കണം. നിങ്ങൾ പറഞ്ഞൊക്കെ ശരി, പക്ഷെ നിങ്ങൾ പറഞ്ഞനുസരിച്ച് ചെയ്താൽ നാട്ടുകാരോട് യോജിക്കൂല, അപ്പൊ ഇവിടുന്ന് പോകേണ്ടി വരും. അപ്പൊ എന്താ, അറിയാം പക്ഷെ ചെയ്യാൻ തയ്യാർ. ഇതന്നെ നേരത്തെ പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞൊക്കെ സലഫിയത്താണ്, പക്ഷെ ആ സലഫിയത്ത് ഇപ്പോൾ നടപ്പിലാക്കിയാൽ ആളെ കിട്ടില്ല തന്നെയല്ലേ. അത് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഇത് നമ്മളെ നാട്ടിലെ സമിതിന്റെ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാർ പറഞ്ഞൊക്കെ ശരി, പക്ഷെ ചെയ്താൽ ഇത് നാളെ കിട്ടില്ല. അപ്പൊ എന്താ വിഷയം? ആള് ചെയ്യലാണോ അല്ലെങ്കിൽ ചെയ്യാത്ത ആളുകൾ കൂടുതലാണോ? എന്താ വേണ്ടി? ഓൽക്ക് വേണ്ടത് സംഗതിയൊക്കെ ശരി, പറഞ്ഞാൽ ആളെ കിട്ടില്ല. അപ്പൊ ആള് കൂടട്ടെ, ആള് കൂടി പിന്നെ നന്നാക്കാൻ, നന്നായിട്ട് ആളെ കൂടിയിട്ട് നമുക്ക് പിന്നെ അതുകൊണ്ടല്ലോ ഇപ്പൊ നടക്കണമൊക്കെ നടക്കോട്ടെ എന്ന് പറഞ്ഞു. ഇപ്പൊ ഈ 6 ദിവസത്തെ സ്പാൻ ഓഡിറ്റോറിയത്തിൽ 6 ദിവസത്തെ ചർച്ച നടന്നില്ലേ? ആ ചർച്ചയിൽ വിഷയം ഞാൻ പറയില്ല, ആളെ ഞാൻ പറയില്ല, വേണ്ടിയെന്നാ പറയാ. അതിൽ ചർച്ച നടന്നൊരു വിഷയം ഞാൻ അവതരിപ്പിച്ചൊരു വിഷയമാണ്. അപ്പൊ ആ വിഷയത്തിൽ ഒരു പ്രധാനപ്പെട്ട ഇന്ന് അതിന്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന കൊടുത്തപ്പെട്ട ഒരാൾ പറഞ്ഞത്, ഇതൊന്നും ഇപ്പൊ ഇവിടെ പറയണ്ട, ഇപ്പം നടക്കുന്ന സംഗതിയൊക്കെ അങ്ങനെ പോയിക്കോട്ടെ, അതിനെ എതിർക്കാൻ പോണ്ട. അതെന്താ സംഗതി? കാരണം എതിർത്താൽ എന്താണ്, ഇപ്പം തന്നെ ഒരുപാട് വിഷയത്തിൽ യായ്വാദന്റെ വിഷയത്തിൽ ആൾക്കാരെ സംശയം കൊണ്ട് ആരോപണം കൊണ്ട് കുടുങ്ങി കിടക്കുക, അതിനെ മറുപടി സമയമല്ല. ഇതുകൂടെ പറഞ്ഞാൽ അതിനെന്ത് ചെയ്യേണ്ടി വരും? മറുപടി വരും. അപ്പോ ആ ജാതി വിഷയങ്ങളൊന്നും ഇപ്പം പറയാൻ നിൽക്കേണ്ടത്. ഇനി ആളെ ഞാൻ പറയില്ല, വിഷയം പറയാം. വിവാഹ ഖുത്ബ, നിക്കാഹ് ഖുത്ബ വേണോ വേണ്ടേ? അപ്പോൾ അതിന് ശരിയായ സലഫിയത്തിലേക്ക് പോകണം, പണ്ഡിതന്മാർ പഠിക്കണം, ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞപ്പോ അതൊന്നും ഇപ്പോൾ പറയേണ്ട, നടക്കണമൊക്കെ നടന്നോട്ടെ. നിക്കാഹ് ഖുത്ബ നടക്കേണ്ടപ്പോൾ നടന്നോട്ടെ. ഇന്നതാണ് സലഫിയത്ത് എന്ന് പറഞ്ഞാൽ പിന്നെയും കോലാഹലാവും, ആളെ കിട്ടൂല. അതെ, അത് വലിയ നേതാ പറഞ്ഞു. ഇന്ന് അതിന്റെ സമിതിന്റെ ഏറ്റവും മുകളിലുള്ളതാണ്. ഔ ഗൈറ ദാലിക മിനൽ അഅദാർ, ഇതോ അല്ലെങ്കിൽ ഔ ഗൈറ ദാലിക ഇതല്ലാത്തതോ ആയ അഅദാർ, ഉദ്റുകൾ, കാരണങ്ങൾ, ന്യായങ്ങൾ ഓൻ പറയും. ഇതൊക്കെ എന്തിനാ പറഞ്ഞത്? ഓൻ അറിയാം പക്ഷെ എന്തല്ല സ്വീകരിക്കാൻ തയ്യാറല്ല. വലം എതിരിൽ മിസ്കീനും, ഷെയ്ഖ് പറയാൻ,
വലം യദ്രിൽ മിസ്കീൻ, ഈ സാധുവിന് മനസ്സിലായില്ല. ദറാ യദ്രി എന്നാൽ അറിയുക, മനസ്സിലാകുക. വലം യദ്രി മനസ്സിലായിട്ടില്ല അൽ മിസ്കീൻ, ഈ സാധുവിന്. ഏത് സാധുവിന്? ഇൽമുണ്ടായ മതി, പ്രവൃത്തി വേണ്ടതില്ല, അല്ലെങ്കിൽ എനിക്ക് അതിന് കഴിയില്ല എന്ന് പറയുന്ന സാധുവിന് മനസ്സിലായിട്ടില്ല. അന്ന ഗാലിബ അഇമ്മത്തിൽ കുഫ്രി, കുഫറിന്റെ നേതാക്കന്മാരിൽ അധിക പേരും യഅരിഫൂനൽ ഹഖ, അവരൊക്കെ ഹക്ക് മനസ്സിലാക്കിയവരാണ്. അപ്പൊ ഇൽമുണ്ടായിരുന്നു. ഇൽമുണ്ടായിട്ട് പോലും മുസ്ലിങ്ങളായോ? ഇല്ല. അപ്പൊ ഇൽമുണ്ടായ ഗാലിബ അഇമ്മത്തിൽ കുഫ്രി, കുഫറിന്റെ അഇമ്മത്തുകളിൽ, ഇമാമുകളിൽ അധിക പേരും യഅരിഫൂനൽ ഹഖ, ഹക്ക് മനസ്സിലാക്കിയവരായി. നേരത്തെ പറഞ്ഞ ഫിർഔൻ പോലെ, ഇബ്ലീസിനെ പോലെ. വലം യത്റുകൂഹു, ആ മനസ്സിലാക്കിയ ഹക്കിനെ അവർ ഒഴിവാക്കിയില്ല. തറക്ക ഒഴിവാക്കി ഉപേക്ഷിച്ചു. വലം യത്റുകൂഹു എന്ന് പറഞ്ഞാൽ ആ ഹക്കിനെ അവർ ഒഴിവാക്കിയില്ല. ഇല്ലാലി ശൈഇൻ മിനൽ അഅദാ, നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും ചില ഉദ്റിന് വേണ്ടിയല്ലാതെ. ഇല്ലാലി ഷെയ്യിൻ, എന്തെങ്കിലും ചില കാര്യങ്ങൾക്ക് വേണ്ടിയല്ലാതെ. മിനൽ അഅദാറി, ന്യായങ്ങളിൽപ്പെട്ട. അപ്പൊ എന്തെങ്കിലും ചില കാരണം പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ഓൻ ഒഴിവാക്കും. ഹക്കോൻ അറിയാം. കമാ ഖാല തആല, അല്ലാഹു തആല പറഞ്ഞതുപോലെ ഇസ്തറൗ ബി ആയാത്തില്ലാഹി തമനൻ ഖലീലാ, അവർ ചുരുങ്ങിയ വിലക്ക് അള്ളാഹുവിന്റെ ആയത്തുകളെ വാങ്ങിയവരാകുന്നു. അള്ളാഹുവിന്റെ ആയത്തുകൾക്ക് പകരം എന്ത് ചെയ്തു? ദുനിയാവിനെ വാങ്ങിയ അർത്ഥം. ഇസ്തറൗ ബി ആയാത്തില്ല, അള്ളാഹുവിന്റെ ആയത്തുകൾക്ക് പകരം അവർ വാങ്ങിയിരിക്കുന്നു തമനൻ ഖലീലൻ, ചെറിയ വില. എന്നാൽ അള്ളാഹിന്റെ ആയത്ത് സ്വീകരിക്കുന്നതിന് പകരം അത് വിറ്റിട്ട് ദുനിയാവ് വാങ്ങിയെന്നർത്ഥം. അപ്പോൾക്ക് അറിയാം, അറിഞ്ഞ ആളുകൾ അത് ഒഴിവാക്കിയതിനെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്. വ ഗൈരി ദാലിക മിനൽ ആയാത്തി, ഇതുപോലുള്ള ആയത്തുകൾക്ക് ഖൗലിഹി, അല്ലാഹു തആല വാക്കുപോലെ യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും. ഇത് മക്കലെ മുശ്രിക്കുകൾ പറഞ്ഞ യഅരിഫൂനഹു, ഖുർആനെ അല്ലെങ്കിൽ മുഹമ്മദ് നബിയെ അവർക്കറിയാം. കമാ യഅരിഫൂന, അവർ മനസ്സിലാക്കിയതുപോലെ, അബ്നാഅഹും, ഓലെ മക്കളെ എങ്ങനെ അറിയുമോ അതുപോലെ ഖുർആൻ ഹക്കാണെന്ന് അവർക്കറിയാം. മുഹമ്മദ് അല്ലാഹുവിന്റെ റസൂലാണെന്ന് അവർക്കറിയാം. അപ്പൊ അറിയുന്നു, പക്ഷെ അവർ പ്രവർത്തിച്ചില്ല. അപ്പൊ അറിവുണ്ടായി എന്നതുകൊണ്ട് ഒരുത്തൻ മുസ്ലിം ആവുകയില്ല. ഫൈൻ അമില ബി തൗഹീദി അമലൻ ലാഹിറൻ, ഇനി ഒരുത്തൻ ലാഹിറായ അമല്, പ്രവൃത്തി ഒരുത്തൻ പ്രവർത്തിച്ചാൽ, ഫൈൻ അമില ബി തൗഹീദ്, തൗഹീദ് കൊണ്ട് ഒരുത്തൻ പ്രവർത്തിച്ചു, അമലൻ ലാഹിറൻ, പ്രത്യക്ഷമായ പ്രവർത്തനം. വഹുവ ലാ യഫമുഹു, അവനത് ഗ്രഹിച്ചിട്ടില്ല, മനസ്സിലാക്കുന്നില്ല. വലാ യഅതഖിദുഹു ബി ഖൽബിഹി, അവന്റെ ഹൃദയം കൊണ്ട് അവനത് വിശ്വസിച്ചിട്ടുമില്ല. വഹുവ മുനാഫിഖുൻ, അവൻ കപട വിശ്വാസിയാണ്. മനസ്സിലായോ? ആദ്യം പറഞ്ഞത് അമൽ, ഇൽമുണ്ട് എന്തില്ല, അമലില്ല. രണ്ടാമത് പറയണത് അമലുണ്ട്, പ്രവൃത്തിയുണ്ട് എന്തില്ല, ഇൽമില്ല, അല്ലെങ്കിൽ മനസ്സിൽ വിശ്വാസമില്ല. അവൻ കപട വിശ്വാസിയാണ്. കാരണം എന്താ? ഓൻ ഈമാന്റെ അടിസ്ഥാനത്തിലല്ല എന്ത് ചെയ്തത്. ആദ്യം ഉണ്ടാവേണ്ടത് എന്താ? ഇൽമാണ്. ഇൽമോനില്ല, അല്ലെങ്കിൽ മനസ്സിൽ അവന് വിശ്വാസമല്ല, പ്രവൃത്തി ഉണ്ട്, അതിൽ കാര്യമല്ല. അങ്ങനത്തോൻ മുനാഫിഖാണ്. വഹുവ ശർറും മിനൽ കാഫിരിൽ ഖാലിസ്, ശുദ്ധ കാഫിറിനേക്കാൾ ഷർറാണ് ആര്? കപട വിശ്വാസി. കാഫിറിനെ ഒളിഞ്ഞും തെളിഞ്ഞും നമുക്ക് മനസ്സിലാക്കാം. ഇവനെ പുറത്ത് നല്ലവനേക്കും ഉള്ളു മോശമായിരിക്കും, അവൻ തിരിച്ചറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഷർറും മിനൽ കാഫിരിൽ ഖാലിസ്, ഖാലിസായ പ്യുവർ കാഫിറിനേക്കാൾ ഷർറാണ് ആര്? കപട വിശ്വാസി. ഇന്നൽ മുനാഫിഖീന, തീർച്ചയായും കപട വിശ്വാസികൾ ഫി ദർക്കിൽ അസ്ഫലി മിനൻ നാർ, നരകത്തിന്റെ അസ്ഫൽ ദർക്കിലാണ്. അസ്ഫൽ തന്നെ ഏറ്റവും താഴെയുള്ള തട്ടിലാകുന്നു. കാഫറിനേക്കാൾ നരകത്തിൽ അങ്ങനെയാണ്. സ്വർഗത്തിൽ മേലോട്ട് പോകുന്നതോറും ദർജ കൂടും, നരകത്തിൽ അടിയിലേക്ക് പോകുന്നതോറും ദർജ കൂടുകയാണ്. ഏറ്റവും കഠിനം എവിടെയാണ്? നരകത്തിന്റെ അടിയിലാണ്. അതുകൊണ്ടാണ് കപട വിശ്വാസത്തിന് ഏറ്റവും അടിയിലാന്ന് പറഞ്ഞത്. കാരണം അവൻ കാഫറിനേക്കാൾ മോശം. വഹാദിഹിൽ മസ്അല തൊവീല, ഈ പ്രശ്നം ഒരു നീണ്ട പ്രശ്നമാണ്, അല്ലെങ്കിൽ ഈ വിഷയം ഒരു നീണ്ട വിഷയമാണ്. തുബയ്യിനു ലക ഇദാ ഫീ അൽസിനത്തിൻ നാസി തറാ മൻ യഅരിഫുൽ ഹഖ്ഖ വയത്റുകുൽ അമല ബിഹി. തുബയ്യിനു ലക, നിനക്ക് ഈ പ്രശ്നം വ്യക്തമാവും, അല്ലെങ്കിൽ വ്യക്തമാക്കി തരും. ഇദാ തഅമ്മൽതഹ, അതിനെക്കുറിച്ച് നീ ചിന്തിച്ചാൽ, ഈ പ്രശ്നത്തെക്കുറിച്ച് നീ ചിന്തിച്ചാൽ ആ പ്രശ്നം നിനക്ക് വിശദമാക്കി തരും. ഫീ അൽസിനത്തിൻ നാസി, എന്താണ്? ജനങ്ങളുടെ നാവുകളിൽ. ലിസാന്റെ ബഹുവചനാണ് അൽസിനത്ത്, നാവ് അല്ലെങ്കിൽ ഭാഷ. ജനങ്ങളുടെ നാവുകളിൽ തറ, നിനക്ക് കാണാം, മൻ യഅരിഫുൽ ഹഖ്ഖ, ഹക്കിനെ മനസ്സിലാക്കിയവൻ, വയത്റുകുൽ അമല ബിഹി. ഇനി നാവുകൊണ്ട് പറയുന്നു, പ്രവൃത്തിയില്ലാത്തവൻ. നേരത്തെ പറഞ്ഞത് മനസ്സുകൊണ്ട് അറിയുന്നു, പ്രവൃത്തിയില്ലാത്തവൻ. പിന്നെ പ്രവർത്തിക്കുന്നു, മനസ്സിലില്ലാത്തവൻ. ഇവിടെയോ തറാ മൻ യഅരിഫ്, തറ നിനക്ക് കാണാം, മൻ യഅരിഫുൽ ഹഖ്ഖ, സത്യത്തെ മനസ്സിലാക്കിയവൻ, വയത്റുകുൽ അമല ബിഹി, അതനുസരിച്ചുള്ള പ്രവർത്തനത്തെ ഉപേക്ഷിക്കുകയും ചെയ്തവൻ. അറിയുന്നു, പ്രവർത്തനത്തെ ഒഴിവാക്കുന്നു. ലി ഖൗഫി നഖ്സി ദുനിയാ ഔ ജാഹിൻ ഔ മുദാറത്തൻ ലി അഹദി. എന്തുകൊണ്ട്? എന്തിനാണ് അവൻ മനസ്സിലാക്കിയ സത്യം അവൻ ഒഴിവാക്കുന്നത്? ലി ഖൗഫി നഖ്സി ദുനിയൻ,
ഹൗഫ് പേടി കാരണം. എന്ത് പേടി? നഫ്സ് ചുരുങ്ങിപ്പോകുമോ എന്ന പേടി കാരണം. ദുനിയാവ് ചുരുങ്ങിപ്പോകുമോ എന്ന പേടി കാരണത്താൽ. ഔ ജാഹിൻ, അല്ലെങ്കിൽ ജാഹ്, സ്ഥാനം നഷ്ടപ്പെട്ടു പോകുമോ. ഇപ്പോ അബൂ താലിബ് സത്യം മനസ്സിലാക്കി. എന്തുകൊണ്ട് സ്വീകരിക്കുന്നത്? സ്ഥാനം നഷ്ടപ്പെട്ടു പോവോ, ദുനിയാവ് പോവോ എന്നുള്ളത്. ഔ മുദാറാത്തിൻ, അവിടെ റാന്നുള്ളൂ, റാ കഴിഞ്ഞാൽ അലിഫിടണം. ഔ മുദാറാത്തിൻ ലി അഹദിൻ, റാ കഴിഞ്ഞിട്ട് റാന്റെയും താന്റെ അടുക്ക് ദാറായുദാരി മുദാറാത്താൻ, ഇവിടെ മുദാറാത്തന്നല്ലോ. ഔ മുദാറാത്തിൻ ലി അഹദിൻ, തൻ എന്നുള്ളത് തിന്നാക്കുക. മുദാറാത്തിൻ ഔ മുദാറാത്തിൻ ലി അഹദിൻ, അല്ലെങ്കിൽ ആരോടെങ്കിലുമുള്ള, ദാറായുദാരി തന്നെ തന്റെ കൂടെ നടക്കുക എന്നാണ്, ഓനോട് ഒപ്പത്തിനൊപ്പത്താൻ. എന്നാ നമ്മളതിന് വേറിട്ട ശരിയാത്ത പറഞ്ഞല്ലോ, നമ്മളെ നാട്ടുകാരെത്ത് ഓരോട് ചോദിച്ച ആൾക്കാരെ പറ്റുള്ളൂ പറഞ്ഞില്ലേ. അപ്പൊ എന്താ, ഓരോട് എതിരാൻ പറ്റൂല. അപ്പൊ ഒന്നുകിൽ സ്ഥാനം നഷ്ടപ്പെടും, അല്ലെങ്കിൽ ദുനിയാവ് നഷ്ടപ്പെടും. ഔ മുദാറാത്തിൻ ലി അഹദിൻ, അല്ലെങ്കിൽ മറ്റൊരാളോട് ഒപ്പം നിൽക്കാൻ വേണ്ട. മുദാറാത്തിൻ ആക്കണ്ട, മുദാറാത്തൻ തന്നെ മതി. ലി ഹൗഫ് അവിടെ നിർത്താം. ലി ഹൗഫി നഖ്സി ദുനിയൻ ഔ ജാഹിൻ ഔ മുദാറാത്തൻ ലി അഹദിൻ, അല്ലെങ്കിൽ മറ്റൊരാളുടെ കൂടെ നടക്കാൻ വേണ്ടി, അവന്റെ ഒപ്പത്തിനൊപ്പം എത്താൻ. എന്നാൽ അവനോട് എതിരാകരുത്. നാട്ടുകാർക്ക് ഒപ്പിച്ചു പോവുക, മറ്റേ പാർട്ടിക്ക് ഒപ്പിച്ചു പോവുക, ഈ സംഘടനക്ക് ഒപ്പിച്ചു പോവുക. നമ്മൾ മാത്രം ഇങ്ങനെ നിന്നാൽ എന്താവൂല. മൈ യഅമലു ബിഹി ലാഹിറൻ ലാ ബാത്തിനൻ. വതറ, നിനക്ക് കാണാം മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ മൈ യഅമലു ബിഹി ലാഹിറൻ, പ്രത്യക്ഷത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ നിനക്ക് കാണാം. ലാ ബാത്തിനൻ, പുറത്തുണ്ടാവും, ബാത്തിൽ ഉണ്ടാവില്ല. എവിടെ ഉണ്ടാവില്ല? ആന്തരികമായി ഉണ്ടാവുകയില്ല, മനസ്സിലുണ്ടാവുകയില്ല. ഫൈദാ സഅൽതഹു അമ്മാ യഅതഖിദു ബിഖൽബിഹി ഫൈദാ ഹുവ ലാ യഅരിഫുഹു വലാകിൻ അലൈക ബിഫഹ്മി ആയതൈൻ മിൻ കിതാബില്ലാഹ്. ഫൈദാ സഅൽതഹു അമ്മാ യഅതഖിദുഹു, അമ്മാ യഅതഖിദഹു എന്നതിലുള്ള ദാന്നുള്ളത് ദൂനാക്കണം. ഫൈദ ചോദിച്ചാൽ അമ്മാ യഅതഖിദുഹു ബിഖൽബിഹി, അവന്റെ ഹൃദയം കൊണ്ട് അവൻ വിശ്വസിച്ച കാര്യത്തെക്കുറിച്ച് അവനോട് ചോദിച്ചാൽ ഫൈദാ ഹുവ, അപ്പോഴതാ അവൻ ലാ യഅരിഫുഹു, അവനത് അറിഞ്ഞൂടാ. കാരണം എന്താ, പുറത്തേ ഉള്ളൂ, എവിടല്ല, ബാത്തിലില്ല. അപ്പൊ എന്റെ മനസ്സിലൊരു വിശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ ഫഹുവ ലാ യഅരിഫു, അവൻ അറിഞ്ഞൂടാ. അപ്പൊ അവന് ഇൽമില്ല, എന്തുണ്ട്, അമലുണ്ട്. വലാകിൻ അലൈക ബിഫഹ്മി ആയതൈൻ മിൻ കിതാബില്ലാഹ്, എന്നാൽ അലൈക നിന്റെ മേലുണ്ട്, ബിഫഹ്മി ആയതൈൻ മിൻ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ കിതാബിൽ നിന്നുള്ള 2 ആയത്തുകൾ നീ മനസ്സിലാക്കേണ്ടതുണ്ട്. ഊലാഹുമ, ആ 2 ആയത്തുകളിൽ ഒന്നാമത്തേത് ഖൗലുഹു തആല, അല്ലാഹു തആലയുടെ വാക്കാണ്. ലാ തഅ്തദിറൂ ഖദ് കഫർതും ബഅദ ഈമാനിക്കും. ലാ തഅ്തദിറൂ, നിങ്ങൾ യാതൊരു ന്യായവും പറയേണ്ടതില്ല. ഖദ് കഫർതും, നിങ്ങൾ കാഫിറുകളായി മാറിയിരിക്കുന്നു. ബഅദ ഈമാനിക്കും, എന്തിനു ശേഷം? നിങ്ങളുടെ ഈമാനിന് ശേഷം. എന്ന് പറഞ്ഞാൽ എന്താ, ഓന്റെ ഈമാനിന് ശേഷം കാഫറായി പറഞ്ഞാൽ ഓൻ കൽബിലുണ്ട്, എന്തിലില്ല, ഇൽമുണ്ട്, പ്രവർത്തനത്തിലില്ല. ഫൈദാ തഹഖഖത അന്ന ബഅദ സഹാബ അല്ലദീന ഗസൗ അർറൂമ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫൈദാ തഹഖഖത, നീ യാഥാർത്ഥ്യമാക്കിയാൽ, ശരിയായി മനസ്സിലാക്കിയാൽ, അന്ന ബഅദ സഹാബ, സഹാബികളിൽ ചില ആളുകൾ, അല്ലദീന ഗസൗ അർറൂമ, ഗസാ യഗ്സുന, യുദ്ധം ചെയ്യുക, അല്ലദീന ഗസൗ അർറൂമ, റോമക്കാരോട് യുദ്ധം ചെയ്ത സഹാബികളിൽ ചില ആളുകൾ, മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ റോമക്കാരോട് യുദ്ധം ചെയ്ത സഹാബികളിൽ ചില ആളുകൾ, കഫറൂ, അവർ അവിശ്വാസികളായി, ബിസബബി കലിമത്തിൻ, ഒരൊറ്റ കലിമത്തിന്റെ കാരണത്താൽ, ഒരു വാക്ക് കാരണത്താൽ, ഖാലൂഹ, ആ വാക്ക് അവർ പറഞ്ഞു, അലാ വജ്ഹിൽ ലഅബി വൽ മസ്ഹി, കാര്യത്തിന് പറഞ്ഞതല്ല, പിന്നെന്തിനാ, അലാ വജ്ഹി, വജ്ഹ് എന്നാൽ രീതി എന്നർത്ഥം. അലാ വജ്ഹിൽ ലഅബി, കളിയുടെ രീതിയിൽ, കളിയുടെ തരത്തിൽ, വൽ മസ്ഹി, തമാശയുടെ തരത്തിൽ. അപ്പൊ തമാശക്ക് പറഞ്ഞ കാര്യം എന്ത് ചെയ്തു, ചില ആളുകൾ കാഫിറുകളായി. തബയ്യന ലക്ക, അത് മനസ്സിലാക്കിയാൽ, തബയ്യന ലക്ക, നിനക്ക് വ്യക്തമാകും, അന്നല്ലദീ യതകല്ലമു ബിൽ കുഫ്രി വയഅമലു ബിഹി ഖൗഫൻ മിൻ നഖ്സി മാലിൻ, അന്നല്ലദീ യതകല്ലമു ബിൽ കുഫ്ർ, കുഫ്റിന്റെ വാക്ക് സംസാരിക്കുന്നവൻ, വയഅമലു ബിഹി, ആ കുഫ്റിന്റെ വാക്ക് കൊണ്ട് കുഫ്റിന്റെ പ്രവൃത്തി നടത്തുകയും ചെയ്യുന്നവൻ, ഖൗഫൻ, പേടി കാരണത്താൽ, മിൻ നഖ്സി മാലിൻ, സമ്പത്ത് നഷ്ടപ്പെട്ടു പോകുമോ, ഔ ജാഹിൻ, അല്ലെങ്കിൽ ജാഹ്, സ്ഥാനം നഷ്ടപ്പെട്ടു പോകുമോ എന്ന കാരണത്താൽ, ഔ മുദാറാത്തൻ ലി അഹദിൻ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒപ്പം പോകാനുള്ള, നടക്കുക എന്ന കാരണത്താൽ, കൂടെ പോകണം എന്ന കാരണത്താൽ, അഅലമു, അങ്ങനെ ചെയ്യുന്നവൻ, അഅലമു മിമ്മൻ യതകല്ലമു ബി കലിമത്തിൻ യംസഹു ബിഹ, ആരാ പറഞ്ഞത്, അന്നല്ലദീ യതകല്ലമു ബിൽ കുഫ്രി വയഅമലു ബിഹി, കുഫ്റിന്റെ വാക്ക് സംസാരിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ, ഓൻ എന്തിനാ ചെയ്യുന്നത്, ഖൗഫൻ മിൻ നഖ്സി മാലിൻ,
ദുനിയാവ് ചുരുങ്ങിപ്പോകുമോ ഔ ജാഹിൻ, അല്ലെങ്കിൽ സമ്പത്ത് നഷ്ടപ്പെട്ടു പോകുമോ ഔ മുദാറാത്തൽ ലിഹദിൻ, അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും ഒപ്പം നടക്കാൻ വേണ്ടി, അവന്റെ കൂടെ പോകാൻ, എന്നാൽ പിന്നെ അവനോട് തുല്യത കാണിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്ന ഒരുത്തൻ ആഴളം, അവൻ ഏറ്റവും ഭയങ്കരമായവനാണ്. മിമ്മൻ, ഒരുത്തനേക്കാൾ, യതകല്ലമു, സംസാരിക്കുന്ന ഒരുത്തനേക്കാൾ, ബി കലിമത്തിൻ, ഒരു വാക്ക്, യംസഹു ബിഹ, ആ വാക്കുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു, യംസഹ്, തമാശ പറയുന്നു. അപ്പൊ തമാശ പറയുന്ന ഒരുത്തനേക്കാൾ ഭയങ്കര കാഫറാണ് ആര്? മറ്റോൻ. കാരണം എന്താ? ഓൻ അറിവുണ്ട്, ഇവൻ തമാശക്കാ പറഞ്ഞത്. മറ്റോൻ അറിവുണ്ട്, എന്നിട്ട് എന്താണ്, ദുനിയാവ് നഷ്ടപ്പെടുമെന്ന് പഠിച്ചിട്ട്, സ്ഥാനം പോകുമെന്ന് പഠിച്ചിട്ട്, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ പോലെ നടക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്തു, ഓൻ കുഫർ പ്രവർത്തിച്ചില്ല. അപ്പൊ ആരാ അപകടകാരി? ഇവൻ തമാശ പറഞ്ഞവനാണ്, മറ്റോൻ കാര്യത്തിനാണ്. മനസ്സിലില്ലേ? അപ്പൊ ഇവിടെ ആദ്യം പറഞ്ഞ യുദ്ധത്തിൽ പങ്കെടുത്ത ചില ആളുകൾ എന്ന് പറഞ്ഞത് കൗടവിശ്വാസികളെ ആളുകളെ കുറിച്ച്, നബിനെ പരിഹസിച്ച വാക്ക് പറഞ്ഞ ആളുകളുണ്ട് കേട്ടോ, നബിനെ പരിഹസിച്ച് പറഞ്ഞ ആളുകളുണ്ട്. അതുപോലെ തന്നെ നബി പിന്നെ നായനെ പോറ്റിട്ട് നായി എന്നെ കടിച്ചില്ലേ, നായനെ പോറ്റി നായി തിരിഞ്ഞു കടിക്കാറില്ലേ, വലമ്മസ്തദ്ദ സായിദുഹു റമാനി എന്ന് കാണാം. ഓനെ തിന്നാൻ കൊടുത്തിട്ട് ഓന്റെ തണ്ടം കൈക്ക് ബലം വന്നപ്പോ റമാനി ഒന്നെ തന്നെ എറിഞ്ഞു. അതുപോലെയാണ് മുഹമ്മദ് നബിനെ മക്കത്ത് മദീൻ തന്നപ്പോൾ നമ്മൾ പോറ്റി വലുതാക്കി പിന്നെ നമ്മളെ തന്നെ തിന്നാൻ തുടങ്ങി എന്ന് അവിടെ വിശ്വാസികൾ പറഞ്ഞിട്ടുണ്ട്. കാണിച്ചു കൊടുക്കുവാനോ മദീനയിലെത്തിയാൽ നമ്മൾ പുറത്താക്കുന്ന പോലെ. ഇതുപോലുള്ള വാക്കുകളെ കുറിച്ചാണ് ഇവിടെ എന്ത് പറഞ്ഞത്, കുഫറിന്റെ വാക്ക്. തമാശക്ക് പറഞ്ഞ ആളുകളുണ്ട്, കാര്യത്തിൽ പറഞ്ഞ ആളുകളുണ്ട്. അപ്പോൾ തമാശക്ക് പറഞ്ഞ ആളുകളെ കുറിച്ച് പോലും കാഫറാണെങ്കിൽ പിന്നെ ദുനിയാവ് പിടിച്ചിട്ട് മനസ്സിലാക്കി അവനത്തിൽ പ്രവർത്തിക്കാത്തവൻ കാഫറാവൂലേ എന്നാണ്. വൽ ആയത്തു താനിയ, രണ്ടാമത്തെ അതാണ് കഫറു, എന്താണ്, ലാ തഅ്തദിറു ഖദ് കഫർതും ബഅദ ഈമാനിക്കും, നിങ്ങൾ ഈമാനായതിന് ശേഷം കാഫറായി എന്നാ പറഞ്ഞത്. ഈമാനായിട്ട് കാഫറായി, വിശ്വാസത്തിന് ശേഷം കാഫറായി. വൽ ആയത്തു താനിയ, രണ്ടാമത്തെ ആയത്ത് ഖൗലുഹു തആല, അല്ലാഹു തആല വാക്കാണ്, മൻ കഫറ ബില്ലാഹി മിൻ ബഅദി ഈമാനിഹി ഇല്ലാ മൻ ഉക്രിഹ വഖൽബുഹു മുത്മഇന്നുൻ ബിൽ ഈമാൻ വലാകിൻ മൻ ശറഹ ബിൽ കുഫ്രി സദ്റൻ ഫഅലൈഹിം ഗളബുൻ മിനല്ലാഹ് വലഹും അദാബുൻ അലീം ദാലിക ബിഅന്നഹും ഇസ്തഹബ്ബുൽ ഹയാത്തദ് ദുനിയ അലൽ ആഖിറ. മൻ കഫറ ബില്ലാഹ്, അല്ലാഹുവിൽ അവിശ്വസിച്ചവൻ, മിൻ ബഅദി ഈമാനിഹി, അവന്റെ വിശ്വാസത്തിന് ശേഷം, വിശ്വാസിയായതിന് ശേഷം കാഫറായവൻ, അല്ലാഹുവിൽ അവിശ്വസിച്ചവൻ. എന്നാൽ ഇല്ലാമൻ, ഒരുത്തനൊഴികെ, ഉക്രിഹ, അവൻ നിർബന്ധിക്കപ്പെട്ടിരിക്കുന്നു. എന്ത് നിർബന്ധിക്കപ്പെട്ടു? മൻ കഫറ ബില്ലാഹി മിൻ ബഅദി ഈമാനിഹി, വിശ്വാസത്തിന് ശേഷം കാഫറായവൻ, കാഫറായി എന്നായിരുന്നു ഒരുത്തൻ ഒഴിവാക്കുകയാണ്. വിശ്വാസിയായതിനു ശേഷം കുഫറിന്റെ വാക്ക് പറഞ്ഞവൻ, ഇല്ലാമൻ ഉക്രിഹ, നിർബന്ധിക്കപ്പെട്ടവനൊഴികെ, വഖൽബുഹു, അവന്റെ ഹൃദയം. ഇതൊക്കെ നമ്മള് മറ്റേ കുറെ സലായിക്കതിൽ മറ്റേ അയ്യപ്പൻ പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ, അതിലൊക്കെ ഒരുപാട് വിശദീകരിച്ച ആയത്തായി. വഖൽബുഹു, അവൻ കുഫറിന് വേണ്ടി നിർബന്ധിക്കപ്പെട്ടു, പക്ഷേ വഖൽബുഹു, അവന്റെ ഹൃദയം മുത്മഇന്നും ബിൽ ഈമാൻ, വിശ്വാസം കൊണ്ട് ശാന്തി അടഞ്ഞവനാണ്. മനസ്സിൽ ഈമാനുണ്ട്, പുറത്തവൻ എന്ത് ആക്കേണ്ടി വന്നു, കുഫർ പ്രവർത്തിക്കാനാണെങ്കിൽ കുഫർ പറയാൻ അവൻ നിർബന്ധിക്കപ്പെട്ടു. അവനൊഴികെ. അപ്പോ ഒരുത്തം വിശ്വാസിയായി പിന്നെ കാഫറായി. അതിൽ ആരൊഴിവാണ്? മനസ്സ് തട്ടാതെ കുഫറിന്റെ വാക്ക് നിർബന്ധം, അല്ലെങ്കിൽ മൻ ശറഹ ബിൽ കുഫർ. എന്നാൽ അങ്ങനെ നിർബന്ധിതാവസ്ഥയിലല്ല വേറൊരുത്തൻ. വലാക്കിൻ, എന്നാൽ മൻ ശറഹ ബിൽ കുഫ്രി, ശറഹ എന്ന് പറഞ്ഞാൽ വിശാലമാക്കി. മൻ ശറഹ ബിൽ കുഫ്രി, അവിശ്വാസം കൊണ്ട് വിശാലമാക്കി സദറൻ, എന്തിനെ, സദറിനെ. എന്നാൽ മനസ്സുകൊണ്ട് എന്നെ എന്തിനു ഉൾക്കൊണ്ടു, കുഫറിന് ഉൾക്കൊണ്ടു. മറ്റോ മനസ്സുകൊണ്ട് കുഫറിന് ഉൾക്കൊണ്ടിട്ടില്ല, പുറത്തേ കാണിച്ചിട്ടുള്ളൂ. അതെന്തുകൊണ്ടാ? നിർബന്ധിതാവസ്ഥയെ ചെയ്തതാണ്. അപ്പൊ മനസ്സുകൊണ്ട് തന്നെ കുഫറിനെ ഉൾക്കൊണ്ടവൻ, ഫഅലൈഹിം ഗളബുൻ മിനല്ലാഹ്, അവരുടെ മേൽ അള്ളാഹുവിന്റെ കോപമുണ്ട്. വലഹും അദാബുൻ അദീം, അവരുടെ മേൽ വമ്പിച്ച ശിക്ഷയുമുണ്ട്. ദാലിക, എന്താ അള്ളാന്റെ കോപവും ശിക്ഷ ഉണ്ടാകാൻ കാരണം? ബി അന്നഹും, അവർ ആണ് എന്നതുകൊണ്ട്, ഇസ്തഹബ്ബൂ, അവർ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, അൽ ഹയാത്തദ് ദുനിയാ, ദുനിയാവിന്റെ ജീവിതത്തെ, അലൽ ആഖിറ, എന്തിനേക്കാൾ, പരലോകത്തേക്കാൾ ഭൗതിക ജീവിതത്തെ ഇഷ്ടപ്പെട്ടു എന്നതുകൊണ്ട് അള്ളാഹുവിന്റെ കോപവും കഠിനമായ ശിക്ഷയും അവർക്കുണ്ട്. കാരണം എന്താ? മനസ്സിലാക്കിയതിനു ശേഷം, വിശ്വസിച്ചതിന് ശേഷം, യാതൊരു നിർബന്ധിത സാഹചര്യവും ഇല്ലാതെ തന്നെ കുഫറിനെ സ്വന്തം മനസ്സുകൊണ്ട് തൃപ്തിപ്പെട്ട് അംഗീകരിച്ചു. അങ്ങനത്തെ ആളുകൾ. അതിൽ നിന്ന് ആരാ ഒഴിവ്? ആരൊഴിവാന്നാ പറഞ്ഞത്? ഇല്ലാമൻ ഉക്രിഹ വഖൽബുഹു മുത്മഇന്നും ബിൽ ഈമാൻ,
അവൻ കുഫറിന്റെ വാക്കിന് വേണ്ടി നിർബന്ധിക്കപ്പെട്ടു. പക്ഷെ അവന്റെ മനസ്സിൽ അവനത് തൃപ്തിപ്പെട്ടിട്ടില്ല. മനസ്സറിഞ്ഞിട്ട് പറഞ്ഞതല്ല, രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാണ്. സൂറത്തു നംല് 106, 107 ആയത്. നംല് 106, 107. ഫലം യഅ്ദിർ, മാപ്പ് കൊടുക്കുക അല്ലെങ്കിൽ കാരണം സ്വീകരിക്കുക. ഫലം യഅ്ദിരില്ല മിൻ ഹഉല, ഇക്കൂട്ടരിൽ നിന്ന് അള്ളാഹു ഒരു ഉദ്റും നൽകിയിട്ടില്ല. ഇല്ലാമൻ, ഒരുത്തനല്ലാതെ. ഉക്രിഹ, അവൻ നിർബന്ധിക്കപ്പെട്ടിരിക്കുന്നു. മാ കൗനി ഖൽബിഹി മുത്മഇന്നൻ ബിൽ ഈമാൻ, ആർക്കല്ലാതെ അള്ളാഹ് ഉദ്ർ കൊടുത്തില്ല. ഇല്ലാമൻ ഉക്രിഹ, നിർബന്ധിക്കപ്പെട്ടവനല്ലാതെ. മാ കൗനി ഖൽബിഹി, അവന്റെ ഹൃദയം ആയതോടൊപ്പം. മുത്മഇന്നൻ ബിൽ ഈമാൻ, വിശ്വാസം കൊണ്ട് ശാന്തി അടഞ്ഞതായതോടൊപ്പം. എന്നാൽ പിന്നെ നിർബന്ധി പറയടാ, സലായി വിശദീകരിച്ചില്ലേ, അങ്ങനെ നിർബന്ധിച്ചിട്ട് അല്ലെങ്കിൽ ഇപ്പൊ കൊല്ലും എന്ന് പറയാണ്. അപ്പൊ പറഞ്ഞില്ലെങ്കിൽ എന്തായി, ഓന്റെ ജീവൻ നഷ്ടപ്പെടും. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് നിർബന്ധിത സാഹചര്യമാണ്. പക്ഷെ ഓന്നിട്ട് പറയാണ്, വിളിച്ചു വിചാരിക്കുക. പക്ഷേ ഓന്റെ മനസ്സിലെന്തില്ല, ഓൻ തൊള്ളോണ്ട് പറയുന്നുണ്ട്, മനസ്സിൽ യാതൊരു വിശ്വാസയിലും അല്ല, ഇത് രക്ഷപ്പെടാൻ വേണ്ടി പറയണതാണ്. അപ്പൊ അങ്ങനത്തെ ഒരുത്തൻ ഈ പറഞ്ഞ അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് ഒഴിവാൻ. അല്ലാത്ത ഒരാൾക്കും അള്ളാഹു ഉദിർ കൊടുത്തിട്ടില്ല. അമ്മാ ഗൈറു ഹാദ, എന്നാൽ ഇതല്ലാത്തവരൊക്കെ, ഗൈറു ഹാദ, ഇവരൊഴികെയുള്ളവർ, ഫഖദ് കഫറ ബഅദ ഈമാനിഹി, അവൻ അവന്റെ ഈമാന് ശേഷം കാഫറായിരിക്കുന്നു. സവാഉൻ ഫഅലഹു ഖൗഫൻ, സവാഉൻ സമമാണ്, ഫഅലഹു അവനത് ചെയ്തത്, ഖൗഫൻ പേടിച്ച് ചെയ്താണെങ്കിലും ശരി, ഔ മുദാറാത്തൻ അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊപ്പം സഞ്ചരിക്കാനെങ്കിൽ അവരുടെ പ്രവൃത്തി പോലെ ആയിത്തീരാൻ വേണ്ടി ചെയ്താണെങ്കിലും, ഔ മശഹത്തൻ ബി വതനിഹി, അല്ലെങ്കിൽ അവന്റെ നാടിനോടുള്ള മശഹത്ത്, പിശുക്ക്, എന്നാൽ നാടിനോടുള്ള താല്പര്യം കൊണ്ട്, ഔ അഹ്ലിഹി അല്ലെങ്കിൽ അവന്റെ അഹ്ലുകാരോടുള്ള, ഔ അശീറത്തിഹി അല്ലെങ്കിൽ അവന്റെ കുടുംബക്കാരോടുള്ള, ഔ മാലിഹി അല്ലെങ്കിൽ അവന്റെ സ്വത്തിനോടുള്ള, ഇങ്ങനെ എന്തെങ്കിലും ഒരു കാരണത്താൽ ഇങ്ങനെ ഏതെങ്കിലും സ്വത്ത് നഷ്ടപ്പെടുമെന്നോ, അല്ലെങ്കിൽ കുടുംബം എതിരാകുമെന്നോ, അല്ലെങ്കിൽ തന്റെ ആളുകൾ എതിരാകുമെന്നോ, അല്ലെങ്കിൽ തന്റെ നാടിനോടുള്ള പ്രേമം, സ്നേഹം, ശുഹ് എന്ന പിശുക്കാണ്. പിശുക്കാനവിടെ എന്താണ്, നാടിനോട് താല്പര്യം കാണിച്ചുകൊണ്ട് മറ്റൊരു ഒഴിവാക്കുക, അല്ലെങ്കിൽ ആളുകൾ ചെയ്യുന്നതിനനുസരിച്ച് ചെയ്യാൻ, അതാണ് മുദാറാത്ത്. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പേടി കൊണ്ട് ചെയ്തവനാണെങ്കിലും ശരി, ഔ ഫഅല അലാ വജ്ഹിൽ മസ്ഹി, തമാശ എന്ന രീതിയിൽ ചെയ്തവനാണെങ്കിലും ശരി, ഔ ലി ഗൈരി ദാലിക മിനൽ അഗ്റാദ്, അല്ലെങ്കിൽ ഇത്തരം ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയൊന്നുമല്ല, ഇതല്ലാത്ത മറ്റു കാരണങ്ങൾ കൊണ്ട് ചെയ്തവനാണെങ്കിലും ശരി, ഏത് നിലക്ക് ചെയ്തവനാണെങ്കിലും ശരി, അവനൊക്കെ ആരാണ്, അള്ളാഹു ഉദ്ർ നൽകാത്ത ആളുകളാകുന്നു. അള്ളാഹു ഉദ്ർ കൊടുത്തത് ആർക്ക് മാത്രമേ ഉള്ളൂ, ഇല്ലൽ മുക്റഹ്, മുക്റഹ് നിർബന്ധിക്കപ്പെട്ടവരൊഴികെ. നിർബന്ധിത സാഹചര്യത്തിൽ മനസ്സ് തട്ടാതെ പറഞ്ഞവനാണെങ്കിൽ അവനൊഴുതുണ്ട്. എന്നാ അതല്ലാത്ത ഏത് നിലക്ക് ചെയ്താലും, അപ്പോ മനസ്സ് തട്ടി പറഞ്ഞവൻ കാഫറാണ്, പിന്നെ തമാശക്ക് പറഞ്ഞവൻ കാഫറാണ്, ഭൗതിക താല്പര്യത്തിന് വേണ്ടി പറഞ്ഞവൻ കാഫറാണ്, ആളുകൾക്കൊപ്പിച്ച് പറഞ്ഞവൻ കാഫറാണ്, സ്ഥാനം പോകുമോ എന്ന് വിചാരിച്ച് പറഞ്ഞവൻ കാഫറാണ്. ഓനൊക്കെ കാഫറാണ്. ഇതൊക്കെ ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്തിനാ ഇവര് പറഞ്ഞ എന്താ, ഞങ്ങൾ ലായിലാലത് ചൊല്ലിയിട്ടുണ്ട്, പിന്നെ എങ്ങനെ കാഫറാന്നല്ല ഇവര് ചോദ്യം, മുസ്ലിക്കിന്റെ ചോദ്യതാണ്. അപ്പൊ നിങ്ങൾ തൊള്ളോട് പറഞ്ഞിട്ടുണ്ട്, എവിടേക്ക് വന്നിട്ടില്ല, അമലിലേക്ക് വന്നിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലേക്കും വന്നിട്ടില്ല, നിങ്ങൾ തൊള്ളോണ്ടേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നിങ്ങളൊക്കെ ഏത് കൊടുത്തപ്പെട്ട ആൾക്കാരാ? ഇനി മനസ്സിൽ വന്നാൽ തന്നെ നിങ്ങൾ ഈമാന്റെ വാക്ക് പറഞ്ഞു, അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്തത്, ശിർക്കാ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളൊക്കെ ഈമാന് ശേഷം കാഫറായ ആളുകളാണ്. തമാശക്ക് പറഞ്ഞാൽ പോലും കാഫറാകുമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഒരുത്തൻ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്താൽ അതവനെന്താ, അതിനെതിരെ ചെയ്തവനാണ്. പിന്നെ ആ ശിർക്കിനെ നിങ്ങൾ മനസ്സറിഞ്ഞ് തൃപ്തിപ്പെടുകയാണ്. അപ്പൊ നിങ്ങള് കടുത്ത കാഫിരീങ്ങളാണ്, മുശ്രിക്കുകളാണ്. അതിനാണ് ഇപ്പൊ ഈ രണ്ട് സംഗതി പറയുന്നത്. ഫൽ ആയത്ത് തദുല്ലു അലാ ഹാദാ മിൻ വജ്ഹൈൻ. ഫൽ ആയത്ത് തദുല്ലു, ഈ ആയത്ത് സൂചിപ്പിക്കുന്നു, അലാ ഹാദാ, ഈ കാര്യത്തെ, ഏത് കാര്യത്തെ, മോള് പറഞ്ഞ കാര്യത്തെ, മിൻ വജ്ഹൈനി, രണ്ട് നിലക്ക്. അപ്പോ നിർബന്ധിത കുഫറിന്റെ വാക്ക് പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തവരൊക്കെ കാഫറുകളാണ് എന്നത് രണ്ട് നിലക്ക് മനസ്സിലാക്കാം. അൽ അവ്വലു ഖൗലുഹു തആല, ഒന്നാമത്തേത് രണ്ട് വാചകമാണ്, ഇല്ലാമൻ ഉക്രിഹ. ഈ പറഞ്ഞ ആയത്ത് പറഞ്ഞ ഇല്ലാമൻ ഉക്രിഹ വ ഖൽബുഹു മുത്മഇന്നുൻ ബിൽ ഈമാൻ അല്ലേ? ആ ഇല്ലാമൻ ഉക്രിഹ ഫലം യസ്തസ്നില്ലാഹു തആല, അല്ലാഹു തആല ഒഴിവാക്കിയിട്ടില്ല ഇല്ലൽ മുക്റഹ,
നിർബന്ധിക്കപ്പെട്ടവനെ അല്ലാതെ മറ്റാരെയും അള്ളാഹു ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല. അപ്പൊ നിങ്ങളാരും നിർബന്ധാവസ്ഥ ചെയ്തതല്ല. വമഅലൂമുൻ അന്നൽ ഇൻസാന ലാ യുക്റഹു ഇല്ലാ അലൽ കലാമി അവിൽ ഫിഇലി. മഅലൂമുൻ അറിയപ്പെട്ട സംഗതിയാണ്. അന്നൽ ഇൻസാന ഒരു മനുഷ്യൻ ലാ യുക്റഹു മനുഷ്യൻ നിർബന്ധിക്കപ്പെടുകയില്ല. എന്തിനല്ലാതെ? ഇല്ല അലൽ കലാം ഒന്നുകിൽ പറയാൻ നിർബന്ധിക്കപ്പെടാം, അവിൽ ഫിഇലി അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ നിർബന്ധിക്കപ്പെടാം. ഇത് ചെയ്യണോ, ഇത് തിന്ന് എന്നൊക്കെ പറയാം. ഇപ്പൊ ശിർക്കിന്റെ വാക്ക് പറയാനോ പ്രവർത്തിക്കാനോ, പറയാനും ചെയ്യാനോ എന്താക്കാൻ പറ്റുള്ളൂ, വേറൊരാൾക്ക് നിർബന്ധിക്കാൻ പറ്റില്ല. അപ്പൊ ഒരു മനുഷ്യൻ അങ്ങനത്തെ സാഹചര്യം ഉണ്ടാവും. ഒന്നുകിൽ അവൻ പറയേണ്ടി വരും അല്ലെങ്കിൽ അവൻ ചെയ്യേണ്ടി വരും. അമ്മ അഖീദത്തുൽ ഖൽബി എന്നാൽ മനസ്സുകൊണ്ടുണ്ടാകേണ്ടുന്ന വിശ്വാസം എന്ന് പറയുന്നത് ഫലാ യുക്റഹു അഹദുൻ അലൈഹാ ഒരാളും അതിനു വേണ്ടി നിർബന്ധിക്കപ്പെടുകയില്ല. മനസ്സാർക്ക് നിർബന്ധിക്കാൻ പറ്റുമോ? അതാണ് ഒരുതരം മനസ്സിൽ നിർബന്ധിക്കാനോ മനസ്സിലാകുമോ? ചെയ്തിട്ടുണ്ടോ, അംഗീകരിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അതാണ് പറയിപ്പിക്കാനേ പറ്റുള്ളൂ, ചെയ്യിപ്പിക്കാനേ പറ്റുള്ളൂ. നിർബന്ധിച്ച് എന്താക്കാൻ കഴിയില്ല, വിശ്വസിപ്പിക്കാൻ കഴിയില്ല അർത്ഥം. വസ്താനി രണ്ടാമത്തേത് ഖൗലുഹു തആല അല്ലാഹു തആലയുടെ വാക്കാണ്. ദാലിക ബിഅന്നഹും ഇസ്തഹബ്ബുൽ ഹയാത്തദ് ദുനിയാ അലൽ ആഖിറ. ഇവർക്ക് സംഗതിയൊക്കെ മനസ്സിലായി. പിന്നെ അവരെന്ത് ചെയ്തു? ദുനിയാവിന് വേണ്ടി പരലോകത്തെ അവർ ഒഴിവാക്കി. ദുനിയാവിന് ഇഷ്ടപ്പെട്ടു, പരലോകത്തെ വിട്ടു. ഫസറഹ അല്ലാഹു വളരെ സറഹ എന്നാൽ വ്യക്തമാക്കി പറയുന്നു, പ്രഖ്യാപിക്കുന്നു. അന്ന ഹാദൽ കുഫ്ര വൽ അദാബ് ഈ അവിശ്വാസവും ശിക്ഷയും. നേരത്തെ പറഞ്ഞില്ല, കോപണ്ട്, അവർ കാഫിരീങ്ങളാണ്, അവർക്ക് കോപണ്ട്, ശിക്ഷ ഉണ്ടല്ലേ. ലം യകുൻ ബിസബബിൽ ഇഅ്തിഖാദി വൽ ജഹ്ലി വൽ ബുഗ്ളി ലിദ്ദീനി വമഹബ്ബത്തിൽ കുഫ്രി വഇന്നമാ സബബുഹു അന്ന ലഹു ഫീ ദാലിക ഹല്ലൻ മിൻ ഹുദൂദിദ് ദുനിയാ ഫആതറഹു അലദ്ദീൻ വല്ലാഹു സുബ്ഹാനഹു വതആല അഅലമു വഅസ്സു വഅക്രം. ഫസറഹ അല്ലാഹു വ്യക്തമായി പറഞ്ഞു. അന്ന ഹാദൽ കുഫ്ര വൽ അദാബ ഈ അവിശ്വാസവും ശിക്ഷയും ലം യക്കുൻ ഇത് രണ്ടും ഉണ്ടായിട്ടില്ല. ബിസവ്വിൽ ഇഅ്തിഖാദി എന്തുകൊണ്ടുണ്ടായിട്ടില്ല? വിശ്വാസം കൊണ്ടുണ്ടായിട്ടില്ല. വൽ ജഹ്ലി വിശ്വാസത്തിന്റെ കാരണം കൊണ്ടോ, വൽ ജഹ്ലി വിവരക്കേടിന്റെ കാരണം കൊണ്ടോ, വൽ ബുഗ്ദിലിദ്ദീൻ മതത്തോടുള്ള വെറുപ്പ് കൊണ്ടോ, വ മഹബ്ബത്തിൽ കുഫ്രി കുഫറിനോടുള്ള സ്നേഹം കൊണ്ടോ അല്ല. വ ഇന്നമാ സബബുഹു അതിനുള്ള കാരണം അന്ന ലഹു ഫീ ദാലിക ഹല്ലൻ അവനെന്തുണ്ട്, ഇതിലുണ്ട്, അവനുണ്ട് ഹല്ലം മിൻ ഹുദൂദിദ് ദുനിയ ദുനിയാവിന്റെ ഓഹരികളിൽപ്പെട്ട എന്തോ ഒരു ഓഹരി അവനുണ്ട്. ഫആതറഹു ആ ദുനിയാവിന്റെ ഓഹരിയെ, വിഹിതത്തെ, ഹല്ലെന്ന ഓഹരി, വിഹിതം, ഭാഗ്യം എന്നൊക്കെ അർത്ഥം, അതിനെ അവൻ തെരഞ്ഞെടുത്തു. എന്തിനേക്കാൾ? അലദ്ദീൻ. പറഞ്ഞില്ലേ, ഇവന് മതത്തോട് വെറുപ്പില്ല, വിവരക്കേടുമില്ല, മതത്തോട് വെറുപ്പില്ല, വിവരക്കേടുമില്ല, കോപമില്ല, ഒന്നുമില്ല. പിന്നെ ഇതൊന്നുമില്ലാതെ പിന്നെ എന്തിനാണോ എന്ത് തെരഞ്ഞെടുത്തത്? ദുനിയാവിന് വിചാരിച്ചിട്ട്. അതല്ല ഇസ്തഹബ്ബുൽ ഹയാത്തദ് ദുനിയാ അലൽ ആഖിറ വല്ലാഹു സുബ്ഹാനഹു. അപ്പോ ഒന്ന് എന്താണ്? വാക്കും പ്രവൃത്തിയും മാത്രമേ ഒരാൾക്കൊണ്ട് പറയിപ്പിക്കാൻ ചെയ്യാൻ പറ്റുള്ളൂ. വിശ്വാസം ഉണ്ടാക്കാൻ പറ്റില്ല, ചെയ്യാൻ പറ്റില്ല. അപ്പോ പിന്നെ രണ്ടാമത്തത് ഇവര് കാഫറായി എന്ന് പറഞ്ഞത് ഇപ്പറഞ്ഞ കാരണം ജഹ്ലുകൊണ്ടല്ല, ബുഗ്ളുകൊണ്ടല്ല, കുഫ്റുകൊണ്ടുമല്ല. അവരെന്തുകൊണ്ടാ? ദുനിയാവിന് വേണ്ടി എന്ത് ചെയ്തു? അവർ മതത്തെ ഒഴിവാക്കി. വല്ലാഹു സുബ്ഹാനഹു വതആല അഅ്സമു വഅഅസ്സു അക്രം. അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റവും അറിയുന്നവനും, അഅസ് ഏറ്റവും ഇസ്സത്തുള്ളവനും, വഅക്രം ഏറ്റവും ഉദാരനുമാകുന്നു. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വതആല സ്വലാത്ത് വർഷിപ്പിക്കട്ടെ അലാ നബിയിനാ മുഹമ്മദിനും വഅലാ ആലിഹി നബിയുടെ ആലിന്, നബിയുടെ കുടുംബത്തിനും, വസഹബിഹി നബിയുടെ സഹാബികൾക്കും, വസല്ലം അള്ളാഹുവിന്റെ സലാം ഉണ്ടാകട്ടെ. തമ്മത്ത് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. തമ്മത്ത് എന്നാൽ എന്റെ സംസാരം, ഈ വാക്ക് പൂർണ്ണമായി. അള്ളാഹുവിന്റെ സർവസ്തുതിയും.